ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ ആവണി, ഗുഡ് ഈവനിങ്. ഓക്കെ, ഓഡിബിൾ ആണല്ലേ? ഓക്കെ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ 2024 മേജർ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ റെയിൽവേയുടെ റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസിനൊക്കെ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേക്കും അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ഈ കാറ്റഗറി അനുസരിച്ചാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം പറയുവാണെങ്കിൽ മേജറായിട്ട് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്നതാണ് അവാർഡ്സ്. ഓക്കെ, അവാർഡ് സെക്ഷനിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, പിന്നെ സെക്ഷനാണ് അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, പിന്നെ ഒരു സെക്ഷനാണ് സ്പോർട്സ് എന്ന് പറയുന്നത് കേട്ടോ, സ്പോർട്സ്. ഓക്കെ, സ്പോർട്സ്. ഈ മൂന്ന് ഭാഗത്തു നിന്ന് നന്നായിട്ട് 2024 കറണ്ട് അഫയേഴ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 2024 പിന്നെ 2025 തുടക്കവും ഒക്കെ ഫോക്കസ് ചെയ്താണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് NTPC ഒക്കെ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 3 ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്തിട്ട് 2024 കുറച്ച് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റിംഗ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ഓരോ മിസലേനിയസ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മളെല്ലാവരും എന്താണ് നമ്മുടെ ന്യൂസിലൊക്കെ എപ്പോഴും കണ്ടു കാണും, നമ്മൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഒക്കെ ആക്കി ഒരു ചോദ്യം അല്ലെ, എന്താണ് വേൾഡ്സ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ? എന്താണ് വേൾഡ്സ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ? ആരാണ്? ഡി ഗുഗേഷ്. നമ്മുടെ ഡി ഗുഗേഷ് എന്താണ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ യങ്ങസ്റ്റ്, പ്രത്യേകം ശ്രദ്ധിക്കണം, യങ്ങസ്റ്റ് എന്താണ് ചെസ് ചാമ്പ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡി ഗുഗേഷ് ഹാസ് ബിക്കം ദ 18th വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. വെറും 18 വയസ്സ് മാത്രമാണ് ഇത് ഗുഗേഷിന്റെ പ്രായം എന്ന് പറഞ്ഞത് കേട്ടോ. 18 ഇയർ ഓൾഡ് ആണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു നമ്മുടെ വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം എന്താണ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് ഡി ഗുഗേഷ് മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആരാണ് ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്? ഡിങ് ലിറനെ. ഓക്കെ, ഡിങ് ലിറനെ ആണ് ഇദ്ദേഹം ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈഡ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണത് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയപ്പെടുന്നത്. ഏത് വിങ് ആണ് കണ്ടത്? ഫൈഡ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണെന്ന് കൂടി നോട്ട് ചെയ്ത് നോക്കുക. അതായത് എവിടെയാണ് കണ്ടത് ചോദിക്കുന്നത്. ഓക്കെ, എവിടെയാണ് കണ്ടത്? സിംഗപ്പൂർ ആട്ടോ, സിംഗപ്പൂർ. ഓക്കെ, സിംഗപ്പൂർ ആണത് ഈ ഫൈഡ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്ത്. അതുപോലെ എന്താണ് ഡി ഗുഗേഷ് ഏത് സ്റ്റേറ്റുമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്? തമിഴ്നാട് ആട്ടോ, തമിഴ്നാട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടോ. അപ്പം എവിടുന്നാണ്? തമിഴ്നാട് നിന്നാണ് ഡി ഗുഗേഷ് ഉള്ളത്. അതുപോലെ ഈ ഇവന്റ് നടന്നത് എവിടെയാണ്? സിംഗപ്പൂർ വെച്ചാണ് ഈ ഇവന്റ് നടന്നത്. മേ ബി കുറച്ച് ടഫായിട്ട് ചോദിക്കുന്ന സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത് ചോദിക്കാം. ആരെയാണ് ഡിഫീറ്റ് ചെയ്തതെന്ന് ചോദിക്കാം. ഓക്കെ, ഡിഫീറ്റഡ് ഡിങ് ലിറൻ. ഓക്കെ, ഡിങ് ലിറനാണ് ഡിഫീറ്റ് ചെയ്തതെന്നും പഠിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നെക്സ്റ്റ് നോക്കാം. അടുത്ത് കിങ് കപ്പ് ഇന്റർനാഷണൽ 2024 ഹാസ് ഗോൺ ബൈ ലക്ഷ്യ സെൻ. വീണ്ടും സ്പോർട്സ് ആയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടിരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് കിങ് കപ്പ് ഇന്റർനാഷണൽ 2024 ഹാസ് ഗോൺ ബൈ ലക്ഷ്യ സെൻ അല്ലെ. നമ്മുടെ ഒളിമ്പിക്കിലൊക്കെ നമുക്കൊരു മെഡൽ കിട്ടുന്ന പ്രതീക്ഷ നമ്മൾ കളിയെ കണ്ടല്ലേ. ആ സമയത്ത് ഭയങ്കര ഹൈ ആയിട്ട് വന്നൊരു വ്യക്തിയല്ല, എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണും അല്ലെ, ലക്ഷ്യ സെൻ. ഓക്കെ, പക്ഷെ എന്താണ് 4th സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ വേറെ കുറച്ച് ഈ ബാഡ്മിന്റനായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഓരോ കപ്പുകൾ. ഓക്കെ, ഇന്റർനാഷണൽ അതുപോലെ നാഷണൽ കപ്പുകൾ നടക്കുമ്പോൾ ആരാണ് ഇത് വോൺ ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ലക്ഷ്യ സെൻ ഹാസ് വോൺ ദ കിങ് കപ്പ് ഇന്റർനാഷണൽ 2024. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കുക. കിങ് കപ്പ് ഇന്റർനാഷണൽ 24 ആരാണ് ജയിച്ചത്? ലക്ഷ്യ സെൻ ആണ് ജയിച്ചത് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ഷമ്മി സിൽവ. ഒരു അപ്പോയിന്റ്മെന്റ് ആട്ടെ. ഷമ്മി സിൽവ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഓക്കെ, ACCയുടെ പുതിയ ചെയർമാൻ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? ആരാണ്? ഷമ്മി സിൽവ. ആരായിരുന്നു ഇതിനു മുമ്പിലത്തെ? ഓക്കെ, ജയ്ഷ ആയിരുന്നു. എന്ത്? ജയ്ഷ. ഓക്കെ, ജയ്ഷ ആയിരുന്നു ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇതിനു മുമ്പത്തെ ചെയർമാൻ. ഓക്കെ, അദ്ദേഹം ഇപ്പം എന്താണ് ICCയുടെ പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ICCയുടെ ചെയർമാൻ ആയിട്ട് എന്താണ് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പം ICC ജയ്ഷ ICCയിലേക്ക് എന്താണ് ഒരു പടി മേളിലേക്ക് കയറി. അപ്പൊ എന്താണ് ഈ ഒരു സീറ്റ് വേക്കനായി. അപ്പൊ അവിടെ ഷമ്മി സിൽവ ഹാസ് എലക്ടഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. പ്രത്യേകം നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ACC എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ICC നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2 പഠിച്ച ഒന്ന് ലക്ഷ്യ സെൻ എന്താണ് കിങ് കപ്പ് ഇന്റർനാഷണൽ വോൺ ചെയ്ത. പോലെ ഷമ്മി സിൽവ ACCയുടെ പുതിയ ചെയർമാൻ ആയിട്ട് മാറിയിട്ടുണ്ട്.
അടുത്ത് സന്തോഷ് ട്രോഫി. ഓക്കെ, സന്തോഷ് ട്രോഫി ഫുട്ബോൾ അല്ലേ, അടുത്തൊരു അല്ലെ, നമ്മൾ കേരള ആയിരുന്നു നമ്മുടെ ഫൈനൽ. 78th എഡിഷൻ ഓഫ് ദ സന്തോഷ് ട്രോഫി ഹാസ് വോൺ ബൈ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആണ് 78ാമത്തെ എഡിഷൻ വോൺ ചെയ്തിട്ടോ. ആരാ ബീറ്റ് ചെയ്തത്? നമ്മുടെ കേരളം. ഓക്കെ, കേരളത്തിനാണ് ബീറ്റ് ചെയ്തോ. ഓക്കെ, കേരളനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് ഈ 78ാമത്തെ സന്തോഷ് ട്രോഫി സ്വന്തമാക്കിയിട്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. എവിടെയാണ് നടന്നത്? ഹൈദരാബാദ് കേട്ടോ, ഹൈദരാബാദിലാണ് നടന്നത് കേട്ടോ, ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദിലാണ് ഇതിന്റെ ഫൈനല് നടന്നത്, അതും നോട്ട് ചെയ്ത് നോക്കുക, ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദിലാണ് ഫൈനൽ കണക്ട് ചെയ്തത്. അപ്പം എത്ര 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? ഒന്ന്, സന്തോഷ് ട്രോഫി ഫുട്ബോൾ വോൺ ചെയ്തതാണ്, അത് വെസ്റ്റ് ബംഗാൾ ആണ്. കേരളനെ ബീറ്റ് ചെയ്തുകൊണ്ട്. അതുപോലെ എവിടെ കണ്ടക്ട് ചെയ്ത്? ഹൈദരാബാദിലാണ് കണ്ടക്ട് ചെയ്തതെന്നും നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് പ്രോ കബഡി ലീഗ്. ഓക്കെ, പ്രോ കബഡി ലീഗ്. ഹരിയാന സ്റ്റീലേഴ്സ് ഹാസ് വോൺ ദ പ്രോ കബഡി ലീഗ് ബൈ ഡിഫീറ്റിംഗ് പാട്ന പൈറേറ്റ്സ്. ഓക്കെ, അത് ചോദിക്കാറുണ്ട്. ഈ റീസെന്റ് ആയിട്ട് എന്താണ് കോമ്പറ്റീവ് എക്സാംസിലൊക്കെ ചോദിച്ച് തുടങ്ങിയ കാര്യമാണിത്, ഈ കബഡി ലീഗ്. ഓക്കെ, അപ്പൊ പ്രോ കബഡി ലീഗ് ആരാണ് വോൺ ചെയ്തത്? അത് ഹരിയാന സ്റ്റീലേഴ്സ് ആണ് പ്രോ കബഡി ലീഗ് വോൺ ചെയ്തത് കേട്ടോ. ഇനി ആരെ ഡിഫീറ്റ് ചെയ്ത്? പാട്ന പൈറേറ്റ്സ് എന്ന് പറയുന്ന എന്താണ് ടീമിനെയാണ് ഇവര് ഡിഫീറ്റ് ചെയ്തത്. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഹരിയാന സ്റ്റീലേഴ്സ് ഹാസ് വോൺ ദ പ്രോ കബഡി ലീഗ് ബൈ ഡിഫീറ്റിംഗ് പാട്ന പൈറേറ്റ്സ്. ഓക്കെ, അടുത്ത ഫിഫ ഇന്റർകോണ്ടിനൽ കപ്പ് 2024. ഓക്കെ, ഫിഫ ഇന്റർകോണ്ടിനൽ കപ്പ്. The first edition was won by Real Madrid. Okay, Real Madrid ആണ് ഈ ഫിഫ ഇന്റർകോണ്ടിനൽ കപ്പിന്റെ ഫസ്റ്റ് എഡിഷൻ വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ റണ്ണറപ്പ് ആരാണിത്? പച്ചുക്ക. ഓക്കെ, പച്ചുക്ക എന്ന് പറയുന്ന ടീമാണിത് റണ്ണറപ്പ് ആയിട്ടുള്ളത്. ഇനി എത്ര ടീം ടോട്ടൽ എന്താണ് ഫിഫ ഇന്റർനാഷണൽ കോണ്ടിനൽ കപ്പ് എത്ര ടീം പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നു? 6 ടീംസ്, 6 ടീമുകളാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി ഏത് വർഷമാണ് ഈ കപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് March 14, 2023 ഈ ഒരു കപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അതിന്റെ ഫസ്റ്റ് എഡിഷനിലെ എന്താണ് കപ്പാണ് ഈ 2024 കണ്ടക്ട് ചെയ്ത്. അതിനകത്ത് വോൺ ചെയ്തവരാണ് റിയൽ മാഡ്രിഡ് ആണ് അതിനകത്ത് വോൺ ചെയ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. അടുത്ത് വുമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ്. ഓക്കെ, ഹോക്കിയിൽ നമ്മൾ എപ്പോ കപ്പടിച്ചാലും എന്താണ് അത് ചോദ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ ഇതുപോലെ ഏഷ്യൻ വുമൻസ്, അതുപോലെ എന്താണ് ഏഷ്യൻ ജൂനിയർ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും ഹോക്കിയിൽ കാണാറുണ്ട്. ഞാൻ പറഞ്ഞ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടത്, ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇവന്റിൽ ആരാണ് വിജയിച്ചത്, ആ ഇവന്റ് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്, പിന്നെ ആ ഇവന്റിൽ എന്താണ് ഒരു ബെസ്റ്റ് പ്ലെയറോ അല്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റ്, അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഫാക്ട്സ് ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എപ്പോഴും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം വുമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ഇന്ത്യ ആണ് വോൺ ചെയ്തത് കേട്ടോ. ഇന്ത്യ ഹാസ് വോൺ ദ വുമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് കേട്ടോ. അതുപോലെ എന്താണ് മെൻസ് എന്താണ് ആ സെയിം ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് മെൻസും ജയിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും പഠിച്ചു. രണ്ടും വുമൻസും മെൻസും ജൂനിയർ ഏഷ്യ കപ്പ് ആരാണ് രണ്ടും ഇന്ത്യയാണ് കരസ്ഥമാക്കിയത് കേട്ടോ. ഓക്കെ, ഇന്ത്യ ഹാസ് വോൺ ദ ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ഇൻ മസ്കറ്റ് ഒമാൻ. ഓക്കെ, മസ്കറ്റ് ഒമാനിലെ മസ്കറ്റിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇത് രണ്ടും സെയിം ഒരു സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ, ജൂനിയർ ഏഷ്യ കപ്പും മെൻസ് ജൂനിയർ ഏഷ്യ കപ്പും വുമൻസ് ജൂനിയർ ഏഷ്യ കപ്പും ഒരേ സ്ഥലത്താണ് നടന്നത്. ഒരേ രാജ്യമാണ് അതിനകത്ത് കപ്പടിച്ച് പഠിച്ചത്. കാരണം ഇന്ത്യ ആണ് രണ്ടിലും കപ്പടിച്ച്. രണ്ടും നടന്നത് ഒമാനിലെ മസ്കറ്റിലാണ്. അതുപോലെ റണ്ണറപ്പ് ആരാണ് ഇവിടെ വുമൻസ് എടുക്കുകയാണെങ്കിൽ റണ്ണറപ്പ് ആയത് ചൈനയാണ്. ടോപ്പ് സ്കോർ ആരാണ്? ടോപ്പ് സ്കോറർ ദീപിക സഹ്റവാട്ട് കേട്ടോ. ടോപ്പ് സ്കോറായി മാറിയത് ദീപിക സഹ്റവാട്ട്. ഇത് ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ഓക്കെ, 11 ഗോൾസ് ആയിരുന്നു ദീപിക സഹ്റവാട്ട് സ്വന്തമാക്കി കേട്ടോ. 11 ഗോൾസുമായിട്ട് ദീപിക സഹ്റവാട്ട് എന്താണ് ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ടോപ്പ് സ്കോർ എന്നൊരു കാറ്റഗറിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മെൻസ് എടുക്കുകയാണെങ്കിൽ എന്താ മെൻസിനെ നമ്മൾ ആരെ ഡിഫീറ്റ് ചെയ്തത്? പാകിസ്ഥാനെയാണ് നമ്മൾ ഡിഫീറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഒരു 3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകൂടെ പറയാം, മെൻസും വുമൻസും ഒരു രാജ്യമാണ് ജയിച്ചത്. ആരാണ്? അത് ഇന്ത്യയാണ് എന്താ കപ്പടിച്ച്. എവിടെ വെച്ചാണ് നടന്നവിടെയാണ് അത് മസ്കറ്റ് ഒമാനിലാണ് നടന്നത്. അതുപോലെ എന്താണ് ഈ വുമൻസിൽ റണ്ണറപ്പായ ചൈനയാണ്. അതുപോലെ മെൻസിൽ റണ്ണറപ്പായത് പാകിസ്ഥാനാണെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് അണ്ടർ 19 ഏഷ്യ കപ്പ് 2024. ഓക്കെ, അണ്ടർ 19 ഏഷ്യ കപ്പ്. ഓക്കെ, ബംഗ്ലാദേശ് ഹാസ് വോൺ ദ അണ്ടർ 19 ഏഷ്യ കപ്പ് 2024 ബൈ ഡിഫീറ്റിംഗ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യനെ തോൽപ്പിച്ചുകൊണ്ട് അണ്ടർ 19 ഏഷ്യ കപ്പ് ആരാണ് സ്വന്തമാക്കിയത്? അത് ബംഗ്ലാദേശ് ആണ് സ്വന്തമാക്കിയത് കേട്ടോ. ചോദിക്കാം, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആണ് അണ്ടർ 19 ഏഷ്യ കപ്പ് എന്നൊക്കെ പറയാം കേട്ടോ. ബംഗ്ലാദേശ് ഫൈനലിൽ നമ്മൾ ഇന്ത്യനെ തോൽപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശ് അതിന് കപ്പടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് Mumbai has won their second title by defeating Madhya Pradesh. Okay, Mumbai has won their second title by defeating Madhya Pradesh. ഏതാണ്? 17th Said Mustaq Ali Trophy. Okay, എന്ത് ടൂർണമെന്റ് ആണ്? ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലേ?
ഇതൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്, ക്രിക്കറ്റ് ടൂർണമെന്റ്. ഓക്കെ, മുംബൈ ഹാസ് വോൺ ദർ സെക്കൻഡ് ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശ് ഡിഫീറ്റ് കൊണ്ട് എന്താണ് മുംബൈ രണ്ടാമത്തെ ടൈറ്റിൽ. മേ ബി അങ്ങനെ ചോദിക്കാം, അത് മുംബൈ ഇത്തവണ കരസ്ഥമാക്കിയത് എത്രാമത്തെ ടൈറ്റിൽ ആണെന്നും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സെക്കൻഡ് ടൈറ്റിൽ ആണെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് നമ്മള് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലേ, ആ സെയിം എന്താണ് ഇവന്റ് പോലെ നമുക്ക് വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ് എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ കൊണേറു ഹംപി ഹാസ് വോൺ ഹെർ സെക്കൻഡ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024. നമ്മുടെ ഡി ഗുഗേഷിനെ പറ്റി പഠിച്ച പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണത് ഈ ഒരു കാര്യം കേട്ടോ. ഓക്കെ, കൊണേറു ഹംപി എന്താണ് നമ്മുടെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 എന്താണ് കപ്പ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിഫീറ്റഡ് ഇന്തോനേഷ്യാസ് ഐറീൻ സുക്കന്ദർ. ഓക്കെ, ഇന്തോനേഷ്യയുടെ ഐറീൻ സുക്കന്ദറിനെ എന്താണ് ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ആണെന്ത് കൊണേറു ഹംപി ഈ കപ്പ് കരസ്ഥമാക്കിയത്. ഇനി ഇതിന്റെ മെയിൻസ് കാറ്റഗറിയിൽ ആരാന്ന് വെച്ചാൽ 18-year-old വൊളോഡർ മുർസിൻ. ഓക്കെ, വൊളോഡർ മുർസിൻ ആണ് ഇതിന്റെ മെയിൻസ് കാറ്റഗറിയിൽ വോൺ ചെയ്തിരിക്കും. ഫ്രം റഷ്യ വോൺ ദ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് മെയിൻസ് ടൈറ്റിൽ. അപ്പൊ രണ്ടും പഠിച്ചു നോക്കുക. കൂടുതൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ എപ്പോഴും നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ മേ ബി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ള എന്താണ്, ഈ മെൻസ് കാറ്റഗറി ആരാണ് വോൺ ചെയ്ത് ചോദിക്കാനും സാധ്യതയുണ്ട്. ആരാണ് അത്? വൊളോഡർ മുർസിൻ ആണ് ഇതിന്റെ മെൻസ് കാറ്റഗറിയിലുള്ളതും വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ, മെൻസ് കാറ്റഗറി. ഓക്കെ, അടുത്ത വീണ്ടും ഒന്ന് ലക്ഷ്യസെന്നിന്റെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ, കിം കപ്പ് ഇന്റർനാഷണൽ ലക്ഷ്യസെന്നിന് വോൺ ചെയ്യുന്ന പഠിച്ചായിരുന്നു. ഇനി അടുത്ത നോക്കി സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. ഇതിന്റെ മെൻസ് കാറ്റഗറി ഉണ്ട്, വുമൻസ് കാറ്റഗറി, രണ്ട് കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സെയ്ദ് മോദി ഇന്റർനാഷണലിന്റെ മെൻസ് കാറ്റഗറി വോൺ ചെയ്ത ലക്ഷ്യസെൻ ആണെങ്കിൽ അതിന്റെ വുമൻസ് കാറ്റഗറി വോൺ ചെയ്തതാണ് PV സിന്ധു ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ഓക്കെ, മെൻസ് എന്താണ്, മെൻസ് ലക്ഷ്യസെന്, വുമൺ എന്താണ് PV സിന്ധു ആണ് വോൺ ചെയ്തതെന്ന് അതേപോലെ തന്നെ പഠിച്ചു നോക്കുക. ഏത് ട്രോഫി ആണെന്ന് പ്രത്യേകം നോട്ട് വെക്കുക, സെയ്ദ് മോദി ഇന്റർനാഷണൽ. അപ്പൊ മേ ബി ഒരു സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, സെയ്ദ് മോദി ഇന്റർനാഷണൽ കപ്പ് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കപ്പാന്ന് ചോദിക്കുക. ഏതാണ് അത്? ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടാണ് സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ കേട്ടോ. ആരാണ് വോൺ ചെയ്തത്? PV സിന്ധു വുമൻസ് വോൺ ചെയ്തു, മെൻസ് വോൺ ചെയ്ത് ലക്ഷ്യസെൻ ആണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത 38 നാഷണൽ ഗെയിംസ്. അടുത്ത വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് 38th നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴും എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണിത് നാഷണൽ ഗെയിംസിനെ പറ്റി. നാഷണൽ ഗെയിംസ് എവിടെ കണ്ടക്ട് ചെയ്തു, നാഷണൽ ഗെയിംസിൽ ആര് വോൺ ചെയ്തു, ഓക്കെ, അതുപോലെ എന്തായിരുന്നു അതിനകത്തെ മാസ്കോട്ട്, എന്തായിരുന്നു മെഡൽ, എത്ര ഗോൾഡ് ഉണ്ടായിരുന്നു വോൺ ചെയ്ത ടീമിന്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ എന്തായിരുന്നു ടാഗ് ലൈൻ അല്ലെങ്കിൽ എന്താണ് തീം എന്തായിരുന്നു, അല്ല ഓഫീസ് സ്റ്റോർ എന്തായിരുന്നു, ഇതൊക്കെ എന്താണ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 37th അവിടെ നടന്നത് 37th നടന്നത് ഗോവയിലാട്ടോ. 37th നടന്നത് ഗോവയിലാണ്. എവിടെയാ 38th നടക്കുന്നത്? 38th നടക്കുന്നത് ഉത്തരാഖണ്ഡിൽ കേട്ടോ. നടന്നത് ഇവിടെ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡ് അല്ലെ, ഉത്തരാഖണ്ഡിലാണ് 38th നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്ത്. ഇനി 39th 2027 മേഘാലയയിൽ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? മേഘാലയ. ഓക്കെ, മേഘാലയയിൽ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു. മേഘാലയ. ഓക്കെ, മേഘാലയയിലാണ് എന്താണ് ഇതിനുള്ള ഒരു നാഷണൽ ഗെയിംസ് വരാൻ പോകുന്നൊക്കെ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഏത് ടീമാണ് വെച്ചത്. സർവീസസ് ടീം ഹാസ് ടോപ്ഡ് ഇൻ ദ മെഡൽ ടാലി. ഏത് നാഷണൽ ഗെയിംസ് ആരാ ജയിച്ചത്? സർവീസസ് ടീമാണ് ഈ 38th നാഷണൽ ഗെയിംസ് വോൺ ചെയ്തത്. എത്ര മെഡൽ ഉണ്ടായിരുന്നു? 68 ഗോൾഡ്. ഓക്കെ, അപ്പൊ ഗോൾഡിന്റെ കണക്ക് നോട്ട് ചെയ്ത് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ് ഗോൾഡ്, പിന്നെ ടോട്ടലും എപ്പോഴും ചോദിക്കാറുണ്ട്. 68 ഗോൾഡ്, 26 സിൽവർ, 27 ബ്രോൺസ്. ഓക്കെ, അപ്പം നോക്കി നോക്കുക, 68 ഗോൾഡ്, 26 സിൽവർ, 27 ബ്രോൺസ്. ഓക്കെ, മൊത്തം എത്ര ഉണ്ട്? 100, 108 6, 114 7, 121, ടോട്ടൽ 121 മെഡൽസ് ആണിത് ഇവര് കരസ്ഥമാക്കിയത്. അപ്പൊ അങ്ങനെ ചോദിക്കാം, ടോട്ടൽ എത്ര മെഡൽസ് ഉണ്ടായിരുന്നു ചോദിക്കാം കേട്ടോ. ഓക്കെ, ടോട്ടൽ എത്ര മെഡൽസ് ഉണ്ടെന്ന് ചോദിക്കാം. അതുപോലെ എന്താണ് എത്ര ഗോൾഡ് എന്താണ് കരസ്ഥമാക്കിയെന്ന് ചോദിക്കാറുണ്ട്. രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്, എത്ര ഗോൾഡ്, അതുപോലെ എന്താണ് ഏത് ടീമാണ് ഫസ്റ്റ് എത്തിയത്, അതുപോലെ ടോട്ടൽ എത്ര മെഡൽസ്, ഇത് മൂന്നും ചോദിക്കാറുണ്ട്. ഇനി എന്തായിരുന്നു മാസ്കോട്ട്? മൗളിയാണിത് മാസ്കോട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ മൗളി? സ്റ്റേറ്റ് ബേർഡ് ഓഫ് ഉത്തരാഖണ്ഡ്. അപ്പൊ രണ്ട് ചോദ്യം പഠിച്ചു. ഒന്നെന്താണ് ഈ നാഷണൽ ഗെയിംസിന്റെ തീം, മാസ്കോട്ട് മൗളി എന്ന് പഠിച്ചു. അവർ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ബേർഡ് ആണ്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ബേർഡ് ആണ് ഈ മൗളി. ഓക്കെ, ഈ കാണുന്ന ഫോട്ടോയില്ല അല്ലെ, ഫിഗറില്ല. ഓക്കെ, മൗളി എന്ന് പറയുന്നത് ഓക്കെ, ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് ബേർഡ് ആണ്. അതുപോലെ ടാഗ് ലൈൻ സങ്കൽപ്പ്, സനൽപ്പ് അല്ല സങ്കൽപ്പാണ്, സങ്കൽപ്പ്.
ഇവിടെ കേണ്ടേ സങ്കല്പ് സേ ശിഖാർ തക്. ഓക്കെ, സങ്കല്പ് ഷേ ശിഖാർ തക് അല്ലെങ്കിൽ എന്താണ് ഫ്രം റിസോൾവ് ടു സെനീത്. എന്താണ് ഫ്രം റിസോൾവ് ടു സെനീത് ആണെന്ന് ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഓഫീസ് ടോർച്ച് എന്താണ് തേജസ്വിനിയാണെന്ന് ഇതിന്റെ ഓഫീസ് ടോർച്ച് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. നാഷണൽ ഗെയിംസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. ഒന്നുകൂടെ പറയാം, സർവീസ് ടീം വോൺ ചെയ്തു. ഫസ്റ്റ് എവിടെ നടന്നു? ഉത്തരാഖണ്ഡിലാണ് കണ്ടക്ട് ചെയ്തത് കേട്ടോ. അവർ 37 എവിടെയാണെന്ന് പഠിച്ചു നോക്കുക, 39 എവിടെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഇനി ഉത്തരാഖണ്ഡിൽ നടന്നു. സർവീസ് ടീം എന്താണ് ടോപ്പ് എത്തി. 68 ഗോൾഡ് ഉണ്ടായിരുന്നു. ടോട്ടൽ 121 മെഡൽ ഉണ്ടായിരുന്നു. മാസ്കോട്ട് മൗളി. എന്തായിരുന്നു മൗളി? ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണത് മൗളി എന്നറിയപ്പെടുന്നത്. അതുപോലെ ടാഗ് ലൈൻ എന്താണ്? ടാഗ് ലൈൻ സങ്കല്പ് സേ ശിഖാർ തക് ആണത് ഇവരുടെ ടാഗ് ലൈൻ. ഫ്രം റിസോൾവ് ടു സെനീത് എന്നാണെന്ന് അർത്ഥം. മേ ബി ഈ ഹിന്ദിയിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം കേട്ടോ. നമുക്ക് ഇപ്പൊ നമ്മൾ പേപ്പറിൽ എന്താണ് മേ ബി നമ്മൾ ചിലപ്പോൾ ഇത് പഠിച്ചോണ്ടോ ഈ ഇംഗ്ലീഷ് മാത്രം എന്താണ് പഠിച്ചോണ്ടോ, പക്ഷെ ചോദിക്കുന്നത് ഹിന്ദിയിലായിരിക്കും. അപ്പൊ സങ്കല്പ് സേ ശിഖാർ തക് എന്നും പഠിച്ചു വെക്കുക. അതുപോലെ ഫ്രം റിസോൾവ് ടു സെനീത് എന്നും പഠിച്ചു വെക്കുക. ഓഫീസ് ടോർച്ച് എന്താണ്? തേജസ്വിനിയാണത് ഓഫീസ് ടോർച്ച് എന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് ന്യൂ ഗവർണേഴ്സ്. ഓക്കെ, നമ്മളെ റീസെന്റ് ആയിട്ട് കുറച്ച് അപ്പോയിന്റ്മെന്റ്സോട് ബന്ധപ്പെട്ട് ഒരു 5 ഗവർണേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് മണിപ്പൂർ, അജയ് കുമാർ ഭല്ല. ഓക്കെ, അജയ് കുമാർ ഭല്ല മണിപ്പൂരിന്റെ പുതിയ ഗവർണർ ആണിത് അജയ് കുമാർ ഭല്ല എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത മിസോറാം, VK സിംഗ്. ചോദിക്കാൻ നല്ല ചാൻസ് ആണ്, കാരണം ഈ റീസെന്റ് ആയിട്ടാണ് ഈ അടുത്താണിത് ഈ ഗവർണേഴ്സിനൊക്കെ മാറിയത്. അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാമിന് എന്താണ് ആ ഒരു കൺട്രവേഴ്സ് ആയിട്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ് ഭയങ്കര റിലവന്റ് ആണ്. എപ്പോഴും എന്താണ് ചോദിക്കാൻ ഹൈ ചാൻസ് കൂടുതലാണ്. ഇനി മണിപ്പൂർ അജയ് കുമാർ ഭല്ല, മിസോറാം VK സിംഗ്, ബീഹാർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം. എന്താണ് അദ്ദേഹം ബീഹാറിന്റെ പുതിയ ഗവർണറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഒഡീഷ ഹരി ബാബു ഖമ്പംപട്ടി. കേരള ആരാണ് പുതിയ? നമ്മുടെ കേരളയുടെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എന്താണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നമ്മുടെ കേരളയുടെ പുതിയ ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ 5 നമുക്ക് ഒന്ന് നോക്കാം. അതൊക്കെയാണ് മണിപ്പൂർ അജയ് കുമാർ ഭല്ല. ഓക്കെ, ഭല്ല. അതുപോലെ തന്നെ മിസോറാം VK സിംഗ്, ബീഹാർ ആരിഫ് മുഹമ്മദ്. അപ്പൊ നമ്മുടെ ഗവർണർ ബീഹാറിലേക്ക് പോയി ആലോചിക്കുക. അതുപോലെ ഒഡീഷയിലാണ് ഹരി ബാബു ഖമ്പംപട്ടി. അതുപോലെ കേരള എന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളയുടെ പുതിയ ഗവർണർ എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് വിതിൽ കുമാർ ഹാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് CRPF. ഓക്കെ, CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ്? വിതുൽ കുമാറിനെ അപ്പോയിന്റ് ചെയ്തത്. അതുപോലെ ചോദിക്കുന്നതാണ് CSF ചോദിക്കാറുണ്ട് കേട്ടോ. CSFോടൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ്? രാജീന്ദർ സിംഗ് ഭാട്ടി. ഓക്കെ, രാജീന്ദർ സിംഗ് ഭാട്ടിയാണിത് CSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേട്ടോ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഹാസ് അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് ഏതൊക്കെയാണോ? CRPF ഹെഡ് ആരാണ്? വിജിൽ കുമാർ ആണ് CRPF ഹെഡ്. അതുപോലെ CSF ഹെഡ് ആരാണ്? അത് രാജേന്ദ്ര സിംഗ് ഭാട്ടിയാണ്. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഹെഡ് ആരാണ്? അത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം എന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ജാനിക് സിന്നർ. ഓക്കെ, ജാനിക് സിന്നർ ടെന്നീസിലെ പുതിയൊരു താരോദയം അല്ലെ. നമ്മൾ ഏതൊരു കോമ്പറ്റീഷൻ നോക്കിയാലും ജാനിക് സിന്നറിന്റെ പേരാണത് നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലെ. അപ്പൊ ഇദ്ദേഹം 2024 കരസ്ഥമായ കപ്പുകളെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അത് നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ജാനിക് സിന്നർ US ഓപ്പൺ. ഓക്കെ, US ഓപ്പൺ ഓപ്പൺ 2024 കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ എന്താണ് മിയാമി ഓപ്പൺ 2024 കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2025. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 ആരാണ്? ഇതും കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ജാനിക് സിന്നർ തന്നെയാട്ടോ. അപ്പൊ മേ ബി 2025 ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഓക്കെ അതും കൂടെ ആയിക്കോട്ടെ. അപ്പൊ US ഓപ്പൺ, മിയാമി ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ആൻഡ് 2025. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ അദ്ദേഹം ആരാണ് ബീറ്റ് ചെയ്തത്? നമ്മുടെ ഡാനിയൽ മെഡ്വെഡേവിനെയാണ് അദ്ദേഹം ബീറ്റ് ചെയ്തെന്നും ഒന്ന് നോട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ജാനിക് സിന്നർ പഠിക്കുമ്പോൾ എന്താണ് ഈ 4 പേരുകളും ഈ 4 കപ്പുകളും ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ എന്താണ് അങ്ങനെ പഠിച്ചു നോക്കുക കേട്ടോ. അടുത്ത സൗദി അറേബ്യ വിൽ ഹോസ്റ്റ് ദ 2034 ഫിഫ വേൾഡ് കപ്പ്. അതായത് 2034 ഫിഫ വേൾഡ് കപ്പ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? അത് സൗദി അറേബ്യയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഇനി 2028 2028 2028
2028 USA മെക്സിക്കോ USA മെക്സിക്കോയിലാണെന്ത് 2028 നടക്കുന്നത്. 2032 സോറി 2026 2034 2034 2026 2026 ഓക്കെ. ഇനി 2028 പോർച്ചുഗൽ സ്പെയിൻ ആൻഡ് മൊറോക്കോ. ഓക്കെ, പോർച്ചുഗൽ, സ്പെയിന്, മൊറോക്കോ ഈ 3 സ്ഥലത്താണ് 2028 2030 നടക്കുന്നത്. പോർച്ചുഗൽ, സ്പെയിൻ ആൻഡ് മൊറോക്കോ. ഓക്കെ, അത് നോട്ട് ചെയ്ത് നോക്കുക. 2034 നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. ഓക്കെ അശ്വിൻ 2026 2026 ഓക്കെ. ഇനി 2030 പോർച്ചുഗൽ, സ്പെയിൻ ആൻഡ് മൊറോക്കോയിലാണെന്ത് നടക്കുന്നത് കേട്ടോ. അതുപോലെ 2034 സൗദി അറേബ്യയിലാണ് നടക്കുന്നത്. ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം. മേ ബി ഏത് വേണം ചോദിക്കാം, അല്ലെ ഏത് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. മേ ബി ഇത് ചോദിക്കാം, 2026 ചോദിക്കാം, അല്ലെങ്കിൽ 2030 ചോദിക്കാം. ഏത് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് എന്താണ് പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു നോക്കാം. ഏത് വേണമെങ്കിലും ചോദിക്കാൻ രീതിയിൽ നമ്മൾ പഠിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹാസ് വോൺ ദ ടൈറ്റിൽ ഓഫ് ഡ്യൂറൻ കപ്പ്. ഓക്കെ, ഡ്യൂറൻ കപ്പ് എന്താണ്? ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് അല്ലേ? ആരാണ് ജയിച്ചത്? അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹാസ് വോൺ ദ ടൈറ്റിൽ ഓഫ് ഡ്യൂറൻ കപ്പ്. ഡ്യൂറൻ കപ്പ് ടൈറ്റിൽ ആരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് വോൺ ചെയ്തത് കേട്ടോ. അടുത്താണ് 2024 പാരീസ് ഒളിമ്പിക്സ്. അടുത്തൊരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റ്. ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് അല്ലെ. നോക്കാം. USA ഹാസ് വോൺ ദ മോസ്റ്റ് മെഡൽസ് അറ്റ് 2024 പാരീസ് ഒളിമ്പിക്സ്. ഓക്കെ, ആരാണ് വോൺ ചെയ്തത്? USA ആണ് വോൺ ചെയ്തത്. ഇനി പഠിക്കേണ്ടതാണെന്ത്? എത്ര ഗോൾഡുകൾ ഉണ്ടായിരുന്നു? ഓക്കെ, എത്രയാണ്? 40 ഗോൾഡ്, 44 സിൽവർ, 42 ബ്രോൺസ് അടങ്ങി എത്രയാണ് ടോട്ടൽ? 126 ടോട്ടൽ. ഓക്കെ, ടോട്ടൽ 126 മെഡൽസ് ഉണ്ടായിരുന്നു USA കരസ്ഥമാക്കി കേട്ടോ. ചൈനയ്ക്കും സെയിം എന്താണ് 40 ഗോൾഡ് ആയിരുന്നു, USAക്കും 40 ഗോൾഡ് ആയിരുന്നു. പക്ഷേ ഓവറോൾ മെഡൽസ് അല്ലെങ്കിൽ സിൽവർ മെഡൽ, സെക്കൻഡ് നോക്കുന്നത് സിൽവർ മെഡലാണ്. ഓക്കെ, സിൽവർ മെഡൽ നോക്കുമ്പോൾ സിൽവർ മെഡലിൽ 44 സിൽവർ മെഡൽ ആർക്കാണെന്ന്? USAക്ക് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്താ USA ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി കേട്ടോ. അപ്പം ഇനി ചൈനയ്ക്ക് എത്ര മെഡൽസ് ഉണ്ട്? ചൈനയ്ക്ക് ടോട്ടൽ 91. ഓക്കെ, 91 മെഡൽസ് ആയിരുന്നു ചൈനയ്ക്കുള്ളത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കേണ്ടത് ആരാണ് ടോപ്പ് ആയത്? ആരാണ്? USA ആണ് ടോപ്പ് എത്തിയത്. എത്രയാണ് ടോട്ടൽ? 126 മെഡൽസ് ഉണ്ട്. അതിനകത്ത് എത്ര ഗോൾഡ് ഉണ്ട്? എത്രയുണ്ട്? 40 ഗോൾഡ്. ചൈനയ്ക്കും എന്താണ് USAക്കും സെയിം ആണ്, 40 ഗോൾഡ് വെച്ചാണ്. പക്ഷെ ടോട്ടൽ എടുക്കുമ്പോഴേക്കും 126 മെഡൽസ് ആർക്കാണ്? USAക്ക് വരും. പക്ഷെ എന്താണ് ചൈനയ്ക്ക് 91 മെഡൽസ് മാത്രമാണ് ചൈനയ്ക്ക് വരുന്നുള്ളൂ. അതും നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഇന്ത്യക്ക് എത്രയാണ്? ഇന്ത്യ അറ്റൈൻഡ് 71st പൊസിഷൻ കേട്ടോ. 71ാമത്തെ പൊസിഷൻ ആണെന്ത് ഇന്ത്യ അറ്റൈൻ ചെയ്തത് കേട്ടോ. ഇനി ഇന്ത്യയിൽ നമുക്ക് പഠിക്കാൻ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിൽ ആരൊക്കെ എന്താണ് ഏതൊക്കെ റെക്കോർഡുകൾ കരസ്ഥമാക്കി എന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് പാരീസ് ഒളിമ്പിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 6 മെഡൽസ് കിട്ടി അല്ലേ. ഓക്കെ, എന്താണ് നമുക്ക് 5 ബ്രോൺസും 1 സിൽവറും ആണെന്ന് നമുക്ക് ലഭിച്ചു. അപ്പൊ അവരുടെ പേരുകൾ നോക്കാം. ഫസ്റ്റ് നീരജ് ചോപ്ര, രണ്ടാമത്താണ് സ്വപ്നിൽ ഗുസാലെ, തേർഡ് മനു ഭാക്കർ, സരബ്ജോത് സിംഗ് ആൻഡ് ഇന്ത്യൻ ഹോക്കി ടീം. ഓക്കെ, ഇത്രയും പേർക്കാണെന്ത് നമുക്ക് ടോട്ടലായിട്ട് മെഡൽസ് കിട്ടിയത് അല്ലെ. ഇതിനകത്ത് എന്താണ് ഒരു മിക്സ്ഡ് ഇവന്റ് ഉണ്ടായിരുന്നു അല്ലെ. മനു ഭാക്കറും എന്താണ് സരബ്ജോത് സിംഗും തമ്മിൽ ഒരു മിക്സ്ഡ് ഇവന്റ് ഉണ്ടായിരുന്നു. 10 മീറ്റർ എയർ റൈഫിളിന്റെ ഒരു മിക്സ്ഡ് ഇവന്റും കണ്ടക്ട് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ മനു ഭാക്കർ പ്രത്യേകം വെച്ചാൽ ഫസ്റ്റ് വുമൺ ടു വിൻ മെഡൽ ഇൻ ഒളിമ്പിക് മെഡൽ ഇൻ ഷൂട്ടിംഗ് ആട്ടോ. മെഡൽ ഇൻ ഷൂട്ടിംഗിൽ ആദ്യമായിട്ട് ഒരു മെഡൽ കരസ്ഥമാക്കിയ വനിതയാണിത് മനു ഭാങ്കർ എന്ന് പറയുന്നത് കേട്ടോ. മനു ഭാങ്കർ. അതുപോലെ നമ്മുടെ എന്താണ് ഇന്ത്യൻ ഹോക്കി ടീമിനും ബ്രോൺസ്, ഹോക്കി വൈ ഉണ്ട് കേട്ടോ, ഇന്ത്യൻ ഹോക്കി ടീമിനും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നീരജ് ചോപ്ര ഓക്കെ നീരജ് ചോപ്ര സിൽവർ ലഭിച്ചിട്ടുണ്ട് അല്ലെ. 89.45 മീറ്റർ അല്ലെ. 89.45 മീറ്റർ എന്താണ് എറിഞ്ഞ് അദ്ദേഹം സിൽവർ മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ട്. നേരത്തെ 87.58 ആയിരുന്നു. അതിന് മുമ്പത്തെ ഒളിമ്പിക്സിൽ 87.58 ആയിരുന്നു. ഇവിടെ എന്താണ് ഇവിടെ 89.45 മീറ്റർ നീരജ് ചോപ്രയും സിൽവർ കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. പ്ലസ് ഇന്ത്യൻ ഹോക്കി ടീമാണ്, ഒരെണ്ണം ഹോക്കി ടീമാണ് കേട്ടോ. ഓക്കെ, അപ്പം സ്വപ്നിൽ ഗുസാല മനു ഭാക്കറിന്റെ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. എന്താണ് ഫസ്റ്റ് വുമൺ ടു വിൻ മെഡൽ ഇൻ ഷൂട്ടിംഗ് ആണെന്ന് മനു ഭാക്കർ എന്നും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞാൽ അടുത്ത് പാരീസ് പാരാലിമ്പിക്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. പാരീസ് ഒളിമ്പിക്സ് മാത്രമല്ല പാരീസ് പാരാലിമ്പിക്സും നമുക്ക് ചോദിച്ചു കാണാറുണ്ട് എപ്പോഴും കേട്ടോ. ഓക്കെ, 17th എഡിഷൻ എവിടെ നടന്നത്? പാരീസ്, ഫ്രാൻസിലെ
പാരീസിലാണ് നടന്നത്. ഇനി എന്തായിരുന്നു മോട്ടോ? ഗെയിംസ് വൈഡ് ഓപ്പൺ. ഓക്കെ, ഇതിന്റെ ഒളിമ്പിക്സിന്റെ അതുപോലെ പാരലിമ്പിക്സ് രണ്ടിന്റെയും സെയിം മോട്ടോ ആണ്. എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ ആണെന്ന് ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മാസ്കോട്ട് എന്താണ്? ദ ഫ്രൈഗ്സ്. ഓക്കെ, ദ ഫ്രൈഗ്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ പാരലിമ്പിക്സ് ജയിച്ചത്? നമ്മുടെ ഒളിമ്പിക്സ് ആരാ? ഒളിമ്പിക്സിൽ USA വോൺ ചെയ്തു അല്ലെ. അപ്പൊ അതിന് എന്താണ്? അതിന് പകരമായിട്ട് നമ്മുടെ പാരാലിമ്പിക്സ് ആരാ വോൺ ചെയ്തത്? ചൈനയാണ് പാരാലിമ്പിക്സ് വോൺ ചെയ്തത്. 94 ഗോൾഡ്. എത്രയാണ്? 94 ഗോൾഡ് ഉണ്ടായിരുന്നു. 76 സിൽവർ, 76 സിൽവർ, 50 ബ്രോൺസ്, 50 ബ്രോൺസ് ഉണ്ടായിരുന്നു. ടോട്ടൽ 220 മെഡൽസ് ആണ് ചൈന കരസ്ഥമാക്കിയത്. നമ്മുടെ ഒളിമ്പിക്സിൽ 91 മെഡൽസ് ആയിരുന്നു ചൈന കരസ്ഥമാക്കിയത്. USA 126 മെഡൽസ് കരസ്ഥമാക്കിയപ്പോഴേക്കും ചൈന 91 മെഡൽസ് ആയിരുന്നു. ഇവിടെ എത്രയാണ്? ഇവിടെ 220 മെഡൽസ് ആണെന്ന് കരസ്ഥമാക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇന്ത്യ എത്ര മെഡൽസ് കരസ്ഥമാക്കി. ഇത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എത്രയാണ്? ഇന്ത്യ 29 മെഡൽസ് ആണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. വെരി വെരി ഇമ്പോർട്ടന്റ്. നല്ല സാധ്യതയുണ്ട് ചോദിക്കാൻ. ഓക്കെ, മറ്റേ കുറച്ചുകൂടി ഈസിയാണ്, പക്ഷേ ഇത് കുറച്ച് ടഫ് ആണ്. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എത്ര ഗോൾഡ് ആണ്? 7 ഗോൾഡ് ആണ് 7 ഗോൾഡ് ആണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി 7 ഗോൾഡ് ആരൊക്കെയാണ് നേടിയതും നമുക്ക് നോട്ട് ചെയ്ത് വേണം. കാരണം ആ പേരുകൾ വെച്ചിട്ടാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇന്നൊരാള് ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നൊരാള് ഏത് ഇവന്റിലാണ് പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയതും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആവണി ലഖാറ. ഇതാണ് ഷൂട്ടിംഗ് കേട്ടോ. ഇവന്റെ ആണ് ആവണി ലഖാറ ഷൂട്ടിംഗ്. ആവണി ലഖാറ ഷൂട്ടിംഗ് കേട്ടോ, ആവണി ലഖാറ. ഓക്കെ, കുമാർ നിതേഷ് ബാഡ്മിന്റൺ ആണ്. കുമാർ നിതേഷ് ബാഡ്മിന്റൺ. ഓക്കെ, സുമിത് അന്തിൽ ആർച്ചറി. സോറി, ആർച്ചറി അല്ല, അത്ലറ്റിക്സ് ആട്ടോ. സുമിത് അന്തിൽ അത്ലറ്റിക്സ് ആണ്. ഹർമേന്ദർ സിംഗ് ആർച്ചറി ആണ്. ഓക്കെ, ആർച്ചറി. ഓക്കെ, ഇനി ലാസ്റ്റ് ആണെന്ന് 3 പേരും വീണ്ടും അത്ലറ്റിക്സ് ആണ്. ഈ 3 പേരും അത്ലറ്റിക്സ് ആണ്. ആർച്ചറി. ഓക്കെ, ആവണി ലഖാറ, കുമാർ നിതേഷ്, സുമിത് അന്തിൽ, ഹർവിന്ദർ സിംഗ്, ധർമ്മീർ നൈൻ, പ്രവീൺ കുമാർ, നവദീപ് സിംഗ്. ഇവർ ഇത്രയും പേർക്കാണ് പാരാലിമ്പിക്സിൽ 7 ഗോൾഡ് മെഡൽസ് കിട്ടിട്ടോ. 7 ഗോൾഡ് മെഡൽസ് കിട്ടിയ ആൾക്കാരാട്ടോ. ഓക്കെ, ഇവരൊക്കെ ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കി വെക്കണം. അതുപോലെ എന്തായിരുന്നു ഇവരുടെ ഇവന്റെന്നും, അതുപോലെ എത്ര ഗോൾഡ് ഉണ്ടായിരുന്നു, ടോട്ടൽ എത്ര മെഡൽസ് ഉണ്ടായിരുന്നു നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വെരി 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 ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ പറയാം, ആരാണ് വോൺ ചെയ്ത്? ചൈനയാണ് വോൺ ചെയ്തത്. അതുപോലെ മാസ്കോട്ടും മോട്ടോ ഇതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ടോട്ടൽ എത്ര ഗോൾഡ് ഉണ്ടായിരുന്നു, അവർ ഇന്ത്യക്ക് ടോട്ടൽ എത്ര ഗോൾഡിലാണ്? 29 മെഡൽസ് ഉണ്ടായിരുന്നു. 7 ഗോൾഡും 9 സിൽവറും 13 ബ്രോൺസും ആണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത, സ്പെയിൻ ഹാസ് വോൺ ദ UEFA യൂറോ കപ്പ് 2024 ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് ഇംഗ്ലണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ ആണ്. UEFA യൂറോ കപ്പ് ആരാണ് വോൺ ചെയ്തത്? ഓക്കെ, സ്പെയിൻ ഹാസ് വോൺ ദ UEFA യൂറോ കപ്പ്. ആരെ ഡിഫീറ്റ് ചെയ്ത്? ഇംഗ്ലണ്ടിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് സ്പെയിന് ഈ ഒരു UEFA യൂറോ കപ്പ് കരസ്ഥമാക്കി കേട്ടോ. ഇന്റർനാഷണൽ ന്യൂസ് ആണ്, വളരെ നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അടുത്ത, ഇന്ത്യ A team won the title of 2024 ദുലീപ് ട്രോഫി. ഓക്കെ, 2024 ദുലീപ് ട്രോഫി ആണ് വോൺ ചെയ്തത്. ഇന്ത്യ A team ആണത് 2024 ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആട്ടോ. ദുലീപ് ട്രോഫി വോൺ ചെയ്തത്. ഇനി ആരാണ് ഡിഫീറ്റ് ചെയ്തത്? ഇന്ത്യ സീനെയാണത്. ഇന്ത്യ എ ബീറ്റ് ചെയ്തത് അല്ലെ. എ എന്ന് പറയുമ്പോൾ ABC, അപ്പൊ എ വോൺ ചെയ്തു. എ സീനെ തോൽപ്പിച്ചു. ഇന്ത്യയെ വോൺ ദ ദുലീപ് ട്രോഫി. റണ്ണറപ്പ് ആയത് ഇന്ത്യ സി ആണ്. ഇനി അടുത്താണ്, ന്യൂസിലൻഡ് ഹാസ് വോൺ ദ വുമൺസ് T20 വേൾഡ് കപ്പ്. ഓക്കെ, വുമൺസ് T20 വേൾഡ് കപ്പ് ആരാണ് വോൺ ചെയ്തത്? ന്യൂസിലൻഡ് ആണത് വോൺ ചെയ്തത് കേട്ടോ. ഓക്കെ, ന്യൂസിലൻഡ് വോൺ ദ വുമൺസ് T20 വേൾഡ് കപ്പ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാം. വേൾഡ് കപ്പ് മെൻസും ഉണ്ട് വുമൺസും ഉണ്ട്. കൂടുതൽ ചാൻസ് എന്താണ്? മെൻസിന് ചോദിക്കാൻ കുറച്ച് കൂടുതൽ ചാൻസ്. പക്ഷെ എന്താണ്, നമുക്കൊരു വുമൺസിന്റെ ഇത് പഠിച്ചു വെക്കുക. അതും അത്രത്തോളം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അടുത്ത്, മുംബൈ ഹാസ് വോൺ ദ ഇറാനി കപ്പ് ബൈ ഡിഫീറ്റിംഗ് റെസ്റ്റ് ഓഫ് ഇന്ത്യ. അടുത്ത ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണിത്, നമ്മുടെ ഇറാനി കപ്പ് എന്ന് പറയുന്നത്. ഈ കപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഇറാനി കപ്പ്, അതുപോലെ എന്താണ് സന്തോഷ് ട്രോഫി ഒക്കെ ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ക്രിക്കറ്റ് ടൂർണമെന്റ്.
ഓക്കെ, ക്രിക്കറ്റ് ടൂർണമെന്റ് ആണിത് ഈ ഇറാനി കപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാം. ഇനി അടുത്താണ് ധ്രുവ് സിത്വാലെ ഹാസ് വോൺ ദ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2024. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പേരാണ് ഈ ഏഷ്യൻ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഏഷ്യൻ ബില്യാർഡ്സ്. ഓക്കെ, ഏഷ്യൻ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. ആരാണ്? പങ്കജ് അദ്വാനിയുടെ പേര് എപ്പോഴും കേൾക്കാറില്ലേ? പങ്കജ് അദ്വാനി. ഓക്കെ, അപ്പൊ പക്ഷേ ഇത്തവണ പങ്കജ് അദ്വാനിനെ ഡിഫീറ്റ് ചെയ്തിട്ടോ. പങ്കജ് അദ്വാനിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ആര്? നമ്മുടെ ധ്രുവ് സിത്വാല ഈ കപ്പ് വോൺ ചെയ്ത്. എപ്പോഴും നിങ്ങൾ എന്താണ് ഒരു പങ്കജ് അദ്വാനിക്ക് കുത്താനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ ആരാണ് ജയിച്ചത്? ധ്രുവ് സിത്വാലയാണത് ഈ ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് 2024 വോൺ ചെയ്തു. അപ്പൊ ഇറാനി കപ്പ് കൊണ്ടത് ആരാണ്? ഇറാനി കപ്പ് കൊണ്ടത് മുംബൈ ആണ്. ഓക്കെ, ബൈ ഡിഫീറ്റിംഗ് റെസ്റ്റ് ഓഫ് ഇന്ത്യനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാനി കപ്പ് മുംബൈ കരസ്ഥമാക്കിയത്. അതുപോലെ എന്താണ് ധ്രുവ് സിത്വാല ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആരെ തോപ്പിച്ചുകൊണ്ട്? പങ്കജ് അദ്വാനെ തോപ്പിച്ചുകൊണ്ടതും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത വിംബിൾട്ടൺ ടൈറ്റിൽ 2024. അടുത്തൊരു ടെന്നീസ് നമ്മൾ ജാനകി പഠിച്ചോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ് വിംബിൾട്ടൺ ടൈറ്റിൽ 2024. കാർലോസ് അൽക്രാസ് ആണ് ഇത് വോൺ ചെയ്തത്. ഇനി കാർലോസ് അൽക്രാസ് വോൺ ചെയ്ത മറ്റൊരു ഇവന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ 2024. നമ്മളവിടെ മിയാമി ഓപ്പണും US ഓസ്ട്രേലിയ പറഞ്ഞത്. അപ്പൊ എന്താ ഫ്രഞ്ച് ഓപ്പൺ ചോദിക്കാം. ഫ്രഞ്ച് ഓപ്പൺ വോൺ ചെയ്താണ്. ഫ്രഞ്ച് ഓപ്പൺ വോൺ ചെയ്ത് കാർലോസ് അൽക്രാസ് ആട്ടോ. ഓക്കെ, ഫ്രഞ്ച് ഓപ്പണും അതിൽ വിംബിൾട്ടൺ രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. ഫ്രഞ്ച് ഓപ്പൺ ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ 2024 വോൺ ചെയ്തതാണ് അത് കാർലോസ് അൽക്രാസ് ആണ്. അതുപോലെ വിംബിൾട്ടൺ വോൺ ചെയ്തവരാണ് കാർലോസ് അൽക്രാസ്. അപ്പം പഠിക്കാൻ കുറച്ച് എളുപ്പം. നമ്മൾ കുറച്ച് ജാനിക് സെന്റർ പഠിച്ചു. ഏതൊക്കെയാണ്? US ഓപ്പൺ, മിയാമി ഓപ്പൺ, ഓസ്ട്രേലിയ ഓപ്പൺ 2024 ആൻഡ് 2025 അല്ലെ, രണ്ടെണ്ണം പഠിച്ചു. അതുപോലെ എന്താണ്? കാർലോസ് അൽക്രാസ് ഫ്രഞ്ച് ഓപ്പൺ 2024. ഇനി അതിന്റെ തന്നെ വുമൺ ആരാണ്? ബർബോറ ഗ്രസിഗോവയാണിത് നമ്മുടെ വുമൺ വിംബിൾട്ടൺ ടൈറ്റില് സ്വന്തമാക്കി കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു എപ്പോഴും ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ വിംബിൾട്ടണിലൊക്കെ പറഞ്ഞ സ്പോർട്സ് ടെന്നീസോട് ബന്ധപ്പെട്ട് എപ്പോഴും ചോയ്സ് കാണാറുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, അടുത്ത് ചൈന ഹാസ് വോൺ ദ ഊബർ കപ്പ് ആൻഡ് തോമസ് കപ്പ് ബൈ ഡിഫീറ്റിംഗ് ഇന്തോനേഷ്യ. ഓക്കെ, എപ്പോഴും എല്ലാ കൊല്ലവും നടക്കുന്നതാണ് നമ്മുടെ ഊബർ കപ്പും തോമസ് കപ്പും. ഓക്കെ, മെൻസോട് റിലേറ്റഡ് ആണ് തോമസ് കപ്പ്, ഫീമെയിൽസായിട്ട് ബന്ധപ്പെട്ടാണ് ഊബർ കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടുപേരാണ് ചൈന ഇന്തോനേഷ്യ രണ്ടും ഫൈനൽ ആരാണ് വന്നത്? ചൈന ഇന്തോനേഷ്യ ഫൈനലിൽ വന്നത്. ഇതിനകത്ത് ചൈനയാണത് വോൺ ചെയ്തത്. നമ്മൾ ഒരു തവണ 2022 2023 കണ്ട് ഇന്ത്യ ഒരു തവണ എന്താണ് തോമസ് കപ്പ് വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൈനയാണത് 2024 ഊബർ കപ്പും തോമസ് കപ്പും വോൺ ചെയ്ത്. അപ്പൊ ഒരു കാര്യം പഠിച്ചെന്താണ്? ഊബർ കപ്പും തോമസ് കപ്പും ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്? അത് ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ലീ സിജിയ ഹാസ് വോൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് തായ്ലൻഡ് ഓപ്പൺ. ഓക്കെ, തായ്ലൻഡ് ഓപ്പൺ പറഞ്ഞാൽ US ഓപ്പൺ ഒക്കെ പോലെ ഇത് ബാഡ്മിന്റൺ ആട്ടോ. തായ്ലൻഡ് ഓപ്പൺ. ഓക്കെ, ലീ സിജിയ ഏത് ടൂർണമെന്റ് ആണ്? ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ. ഈ ഓപ്പൺ എന്ന് കാണുമ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ ടെന്നീസ് ആണെന്ന് തെറ്റിദ്ധരിക്കില്ല കേട്ടോ. ഇത് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് ഇത് തായ്ലൻഡ് ഓപ്പൺ. അതുപോലെ ലീ സിജിയ ഹാസ് വോൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് തായ്ലൻഡ് ഓപ്പൺ വോൺ ചെയ്തതാണ്. അത് ലീ സിജിയ ആണ് വോൺ ചെയ്തത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. തായ്ലൻഡ് ഓപ്പൺ ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് തോമസ് കപ്പും ഊബർ കപ്പും. രണ്ടും ചൈന വോൺ ചെയ്തു. പിന്നെ ചോദിക്കുന്നതാണ് ആരാണ് ഡിഫീറ്റ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ആരാണ്? ഇന്തോനേഷ്യ ആണത് ഡിഫീറ്റ് ചെയ്തത്. ഇന്തോനേഷ്യ ആരാണ് ഡിഫീറ്റ് ചെയ്തത്? ഇന്തോനേഷ്യനാണ് ഡിഫീറ്റ് ചെയ്തത് കേട്ടോ. അടുത്ത IPL 2024 അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ്. ഇപ്പം കറന്റ് എന്താണ്? ഇപ്പൊ നമ്മുടെ IPL 2025 കറന്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു സമയം 2024 കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് IPL എന്നാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്നത്. സ്പോർട്സ് ഇവന്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഇവന്റ് ആണത് IPL എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം എന്താണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏറ്റവും മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. IPL 2025 എടുക്കുമ്പോഴേക്കും 17th എഡിഷൻ. ഓക്കെ, 17th എഡിഷൻ. Okay, 17th edition has won by Kolkata Knight Riders. Okay, Kolkata Knight Riders KKR third title അല്ലേ. KKR third title. KKR മൂന്നാമത്തെ ടൈറ്റിൽ ആണെന്ന് അവർ 2024 സ്വന്തമാക്കി അല്ലെ. ക്യാപ്റ്റൻ ആയിരുന്നു ശ്രേയസ് അയ്യർ. ഓക്കെ, ശ്രേയസ് അയ്യർ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ. ഇത്തവണ അദ്ദേഹം മാറിയിട്ടുണ്ട് അല്ലെ. അദ്ദേഹം എന്താണ് 30 കോടിക്ക് ഏറ്റവും കൂടുതൽ എന്താണ് പൈസ ചെലവായ ഒരു പ്ലെയർ എന്നൊക്കെ രീതിയിൽ മാറിയിട്ടുണ്ട്.
ഇനി അടുത്തെന്താ റണ്ണേഴ്സ് അപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് SRH-നെയാണത് അവർ ഫൈനലിൽ ബീറ്റ് ചെയ്തു കേട്ടോ. SRH-നെ അവർ ഫൈനലിൽ ബീറ്റ് ചെയ്തു. അതുപോലെ ഏറ്റവും കൂടുതൽ ഓറഞ്ച് ക്യാപ്പ്, ഈ ഓറഞ്ച് ക്യാപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റൺസ് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന ആൾക്കാണ് ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്ന ആൾക്കാണ് ഈ പർപ്പിൾ ക്യാപ്പും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഓറഞ്ച് ക്യാപ്പ് ആരാണ്? ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി 741 റൺസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. വിരാട് കോഹ്ലിയാണത് ഏറ്റവും കൂടുതൽ റൺസ് 741 റൺസ് അടിച്ചിട്ടുണ്ടോ. അതുപോലെ എന്താണ് പർപ്പിൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്താരാണ്? അത് ഹർഷൽ പട്ടേൽ 24 വിക്കറ്റ്സോടുകൂടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്താരാണ്? അത് ഹർഷൽ പട്ടേൽ ആട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം 2024 എഡിഷൻ ആരാണ് വോൺ ചെയ്തത്? KKR-ന്റെ തേർഡ് ടൈറ്റിൽ ആയിരുന്നു. ക്യാപ്റ്റൻ ആയിരുന്നു ശ്രേയസ് അയ്യർ ആയിരുന്നു ക്യാപ്റ്റൻ. അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു അതിന്റെ റണ്ണേഴ്സ് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെ ആയിരുന്നു. അവർ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ്, ഓറഞ്ച് ക്യാപ്പ് വിരാട് കോഹ്ലി, പർപ്പിൾ ക്യാപ്പ് ഹർഷൽ പട്ടേൽ. ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ICC വുമൺസ് T20 വേൾഡ് കപ്പ് അല്ലെ, നമുക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അല്ലെ. നമ്മളെല്ലാവരും ടിവിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ICC മെൻസ് T20 വേൾഡ് കപ്പ് നമ്മൾ ഇന്ത്യ 2007 ശേഷം നമ്മുടെ സെക്കൻഡ് ടൈറ്റിൽ അല്ലെ, നമ്മുടെ സെക്കൻഡ് ടൈറ്റിൽ നമ്മൾ 2024 വോൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഹോസ്റ്റ് എവിടെയാണെന്ന്? USA-ലും വെസ്റ്റ് ഇൻഡീസ്. ഇത് ഇമ്പോർട്ടന്റ് ആണോ? വെന്യൂ അല്ലെങ്കിൽ ഹോസ്റ്റ് വെന്യൂ എവിടെയാണ് നടന്നത്? ഓക്കെ, ഈ മേജർ ആയിട്ടുള്ള ഇവന്റ്സ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ള ഇവന്റ്സ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. എവിടെയാണ്? USA-ലും വെസ്റ്റ് ഇൻഡീസിലും ആണെന്ന് ഈ ICC മെൻസ് T20 വേൾഡ് കപ്പ് നടന്നത്. ഇന്ത്യ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കപ്പടിച്ചു. ആ റണ്ണേഴ്സ് അപ്പ് സൗത്ത് ആഫ്രിക്ക അല്ലെ. ഇതുവരെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോലും ലഭിക്കാത്ത സൗത്ത് ആഫ്രിക്ക അല്ലെ, അവർക്ക് വീണ്ടും എന്താണ് അവിടെ ഒരു ഭാഗ്യം ലഭിക്കാണ്ട് പോയി. സൗത്ത് ആഫ്രിക്ക ഡിഫീറ്റഡ് ആയി. പ്ലെയർ ഓഫ് സീരീസ് ആണ് നമ്മുടെ ജസ്പ്രീത് ബുംറ അല്ലെ. അതിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടല്ലേ ഫൈനലിലൊക്കെ. അതിന്റെ ഒറ്റ പെർഫോമൻസ് കാരണമാണത് അല്ലെ, നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയൊരു കളി എന്താണ് തിരിച്ച് പിടിച്ചു കൊണ്ടുവന്ന വ്യക്തി കൂടി അല്ല ജസ്പ്രീത് ബുംറ. ഓക്കെ, അപ്പൊ അദ്ദേഹത്താണ് പ്ലെയർ ഓഫ് സീരീസ് അവാർഡ് ലഭിച്ചത്. അതുപോലെ മോസ്റ്റ് റൺസ് ആരാണ്? റഹ്മനുൽ ഗുർബാസ്. 281 റൺസ് ആണ് കേട്ടോ, 281 റൺസ്. റഹ്മനുള്ള ഗുർബാസ്. ബംഗ്ലാദേശിന്റെ റഹ്മനുള്ള ഗുർബാസ് ആണ് ഏറ്റവും കൂടുതൽ റണ്ണ് കരസ്ഥമാക്കിയ വ്യക്തി. അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ്, മോസ്റ്റ് വിക്കറ്റ്സ് ഫസൽ ഖാൻ ഫറൂഖ് ആൻഡ് ഹർഷ്ദീപ് സിംഗ്. നമ്മുടെ ഇന്ത്യയുടെ ഹർഷ്ദീപ് സിംഗും അതുപോലെ ഫസൽ ഖാൻ ഫറൂഖും ആണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് വിക്കറ്റ്സ്. എനിക്ക് തോന്നുന്നു 18 വിക്കറ്റ്സ് ആണ് ഇവരാണ് സ്വന്തമാക്കിയിട്ട് 18 വിക്കറ്റ്സ്. ഇതോടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ICC മെൻസ് T20 വേൾഡ് കപ്പിലെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഹോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ്. കാരണം ഇന്ത്യ വോൺ ചെയ്യുന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആയിരിക്കും അല്ലെ. അതുപോലെ ഹോസ്റ്റ് കൺട്രി എവിടെയാണ്? പിന്നെ പ്ലെയർ ഓഫ് സീരീസ് ആരായതാണ്? മോസ്റ്റ് റൺസ് ആർക്കാണ്? മോസ്റ്റ് റൺസ് അല്ലെ, നമ്മൾ അത് ആരും കേൾക്കാത്തൊരു പേരാണ് ഗുർബാസ് അല്ലെ. ഗുർബാസ് അതുപോലെ മോസ്റ്റ് വിക്കറ്റ്സ് ഫസൽ ഖാൻ ഫറൂഖ് ആൻഡ് ഹർഷ്ദീപ് സിംഗ് 18 വിക്കറ്റ്സ് ആണ് സ്വന്തമാക്കിയതെന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് ജപ്പാൻ ഹാസ് വോൺ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കി 2024 ടൈറ്റിൽ കണ്ടക്ടഡ് അറ്റ് മലേഷ്യ. ഇപ്പൊ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഹോക്കിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് വോൺ ചെയ്തത്? ജപ്പാൻ. ഈ അസ്ലാൻ ഷാ കപ്പ് ആരാണ് വോൺ ചെയ്തത്? ജപ്പാൻ ആണ് വോൺ ചെയ്തത് കേട്ടോ. ഹോക്കി ജപ്പാൻ ഹാസ് വോൺ ദ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്നതുപോലെ അടുത്താണ് ജപ്പാൻ ഹാസ് വോൺ മാക്സിമം മെഡൽ അറ്റ് 2024 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ആരാണ് വോൺ ചെയ്തത്? അത് വോൺ ചെയ്തും ജപ്പാൻ തന്നെയാണ്. അപ്പൊ ജപ്പാനോട് ബന്ധപ്പെട്ട 2 ഇവന്റ് ആയതുകൊണ്ടാണ് ഒരുമിച്ച് കൊടുത്തത്. പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പൊ എന്താണ്? ഒന്ന് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് അല്ലെ, ഹോക്കി ടൂർണമെന്റ് ആയ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് അവര് സ്വന്തമാക്കി. ഇനി അടുത്തെന്താണ്? ഏഷ്യൻ റെസ്ലിംഗ് 2024 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. രണ്ടുപേരാണ്, രണ്ടും ജപ്പാനാണ് വോൺ ചെയ്തത് കേട്ടോ. ഇനി ഇതെവിടെ നടന്നത്? ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഇത്തവണ നടന്നത് മലേഷ്യയിലാണ്. കൂടുതൽ സമയം ചോദിച്ചു കാണാറുള്ളത് ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് 2024 ഏത് സ്ഥലത്താണ് കണ്ടക്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എവിടെയാണ് അത് കണ്ടക്ട് ചെയ്തത്? മലേഷ്യയിലാട്ടോ. അതുപോലെ ഈ 2024 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഇന്ത്യയുടെ റാങ്ക് 9th റാങ്ക് ആയിരുന്നു കേട്ടോ. 9th റാങ്ക് ആയിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത്. മേ ബി കൂടുതൽ എന്താണ് ചോദിക്കാൻ ചാൻസ് ഓഫ് പോസിബിലിറ്റി ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നൊക്കെയാണത് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് 9th 9th ഇന്ത്യയുടെ റാങ്ക് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്താണ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് നാഷണൽ ഗെയിംസ് ഒക്കെ പറഞ്ഞ പോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് ഏഷ്യൻ വിന്റർ ഗെയിംസ്. ചൈന വിൽ ഹോസ്റ്റ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ്. ചൈനയാണത് ഏഷ്യൻ വിന്റർ ഗെയിംസ് 2025 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മാസ്കോട്ട് എന്താണ്? ബിൻപിൻ ആൻഡ് നിനി. ടൈഗർ കപ്സ് ആയ ബിൻപിൻ ആൻഡ് നിനി ആണ് ദ മാസ്കോട്ട്. ഒരു സ്ലോഗൻ എന്താണ്? സ്ലോഗൻ ഡ്രീം ഓഫ് വിന്റർ ലവ് എമോങ് ഏഷ്യ. എന്താണ്? ഡ്രീം ഓഫ് വിന്റർ ലവ് എമോങ്
ഏഷ്യ ആണെന്ത് ഇതിന്റെ സ്ലോഗൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എല്ലാ ഇവന്റ് എടുക്കുകയാണെങ്കിലും എന്താണ് അതിനകത്തൊരു മാസ്കോട്ടും സ്ലോഗണും എവിടെയാണ് വെന്യൂ. ഓക്കെ, വെന്യൂ ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും പഠിക്കണം. ഇതിപ്പോ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ വെന്യൂ ഇമ്പോർട്ടന്റ് പഠിച്ചു. ഓക്കെ, എവിടെയാണ് നടക്കുന്നത്, അപ്പോൾ എന്താണ് മാസ്കോട്ട്, എന്താണ് അതിന്റെ സ്ലോഗൺ. ഓക്കെ, ഡ്രീം ഓഫ് വിന്റർ, ലവ് എമോങ് ഏഷ്യ ആണ് സ്ലോഗൺ, മാസ്കോട്ട് വിൻ വിൻ ആൻഡ് ഇനിയാണ് ഇതിന്റെ മാസ്കോട്ട് എന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഓക്കെ, Australia has won the Under-19 World Cup by defeating India. ഓക്കെ, നമ്മൾ നേരത്തെ Under-19 ഏഷ്യ കപ്പ് ഉണ്ടായിരുന്നു. Under-19 ഏഷ്യ കപ്പ് ആണ് നമ്മുടെ ബംഗ്ലാദേശ് നമ്മളെ തോപ്പിച്ചു. അതുപോലെ Under-19 വേൾഡ് കപ്പ് എന്നാണ് നമ്മൾ ഡിഫീറ്റ് ആയിട്ട് ഓസ്ട്രേലിയ ആണ് Under-19 വേൾഡ് കപ്പ് കൊണ്ടുപോയത് കേട്ടോ. ഓക്കെ, എവിടെയാണ് നടന്നത്? സൗത്ത് ആഫ്രിക്കയിലാണ് Under-19 വേൾഡ് കപ്പ് നടന്നത് കേട്ടോ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ആണെന്ത് ഇത് കണ്ട് ആരാണ് വോൺ ചെയ്ത്? ഓസ്ട്രേലിയ വോൺ ചെയ്തു. അതുപോലെ എന്താണ് മെതഡ് പഠിക്കുന്നതാണ് ഇന്ത്യനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. നമ്മളല്ല, ഇന്ത്യനെ ഓസ്ട്രേലിയ ഡിഫീറ്റ് ചെയ്തു. ഇത് മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പല ടൈപ്പിൽ ചോദിക്കാം. ഓക്കെ, ഈ Under-19 വേൾഡ് കപ്പ് തന്നെ മൂന്ന് ചോദിക്കാം. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്, ആരാണ് വോൺ ചെയ്തത്, എവിടെയാണ് കണ്ടക്ട് ചെയ്തത്, മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത മഹാരാഷ്ട്ര ഹാസ് വോൺ നാഷണൽ ഖോ ചാമ്പ്യൻഷിപ്പ് ഇൻ 2023 ആൻഡ് 2024. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവന്റ് ആണ് നാഷണൽ ഖോ ചാമ്പ്യൻഷിപ്പ്. അല്ലെ, ഖോ ഇന്ത്യ നമ്മൾ വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യ ഒക്കെ വോൺ ചെയ്തിട്ടുണ്ട്. അവിടെ ബന്ധപ്പെട്ട നമ്മുടെ ഖോ ഇവന്റുകളൊക്കെ എന്താണ് ഇപ്പം ഇന്ത്യയിലൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആരാണ് വോൺ ചെയ്തത്? മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്ര വാസ് വോൺ ദ നാഷണൽ ഖോ ചാമ്പ്യൻഷിപ്പ് ഇൻ 2023 ആൻഡ് 2024. ഓക്കെ, വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, എപ്പോഴും ചോദിക്കാൻ സാധിക്കും. മാത്രമല്ല മെൻസും വുമൻസും ഉണ്ട്, രണ്ടും ഉണ്ട്, മെൻസും വുമൻസും. ഓക്കെ, രണ്ടും മഹാരാഷ്ട്രനാണ് വോൺ ചെയ്തത്. ഇനി ഖോ ചാമ്പ്യൻഷിപ്പ് ടോട്ടൽ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഖോ ചാമ്പ്യൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇന്ത്യ ആണ് വോൺ ചെയ്തത് കേട്ടോ. ഇന്ത്യ. ഓക്കെ, 2025 റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യ ആണെന്ത് മെൻസിനും വിമൻസിനും. ഓക്കെ, മെൻസും വുമൻസും രണ്ടും, മെൻസ് ആൻഡ് വിമൻസ്. ഓക്കെ, രണ്ടും ഇന്ത്യ തന്നെയാണ് വോൺ ചെയ്തത് കേട്ടോ. ഓക്കെ, അടുത്ത് യുവരാജ് സിംഗ് ഹാസ് ബീൻ നെയിംഡ് ICC മെൻസ് T20 വേൾഡ് കപ്പ് 2024 അംബാസിഡർ. നമ്മൾ കുറച്ച് മുമ്പ് ICC ഇവന്റിനെ പറ്റി പഠിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ കാര്യങ്ങൾ പഠിക്കുക. അതാണ് യുവരാജ് സിംഗ് നമ്മുടെ മെൻസ് T20 വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആയിട്ട്, ഒഫീഷ്യൽ അംബാസിഡർ ആയിട്ട് ആരെ തിരഞ്ഞെടുത്ത് വെച്ചാൽ അത് യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ് ഹാസ് എന്താണ് ബീൻ നെയിംഡ് ICC മെൻസ് T20 വേൾഡ് കപ്പ് അംബാസിഡർ. അപ്പം നമ്മുടെ ICC T20 വേൾഡ് കപ്പിന്റെ അംബാസിഡർ ആരാന്ന് വെച്ചാൽ ആരാണ്? അത് യുവരാജ് സിംഗ് കേട്ടോ. യുവരാജ് സിംഗ്. അടുത്ത രോഹിത് ശർമ്മ became the first Indian to hit 500 T20 sixes. ഓക്കെ, ആദ്യ ഇന്ത്യക്കാരൻ എന്താണ് 500 T20 സിക്സസ്. ഓക്കെ, 500 T20 സിക്സസ് കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അത് ഹിറ്റ്മാൻ. ഓക്കെ, ഹിറ്റ്മാൻ രോഹിത് ശർമ്മ. ഓക്കെ, രോഹിത് ശർമ്മയാണ് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ടു ഹിറ്റ് 500 T20 സിക്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. 500 T20 സിക്സ് ഒരു മൈൽ സ്റ്റോൺ അല്ലെ. മൈൽ സ്റ്റോൺ ആരാണ്? രോഹിത് ശർമ്മ കടന്നു. അടുത്ത് RCB ഹാസ് വോൺ ദ വുമൻസ് പ്രീമിയർ ലീഗ്. അല്ലെ, RCB ആരാധകർക്ക് ഒരു ആശ്വാസം അല്ലെ. എന്താണ് RCB വുമൻസ്? ഓക്കെ, മെൻസിന്റെ അല്ല, വുമൻസിന്റെ എന്താണ് പ്രീമിയർ ലീഗ് RCB വോൺ ചെയ്തിട്ടുണ്ട്. സ്മൃതി മന്ദാന ഒരു ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ സ്മൃതി മന്ദാന ചോദിക്കാൻ സാധ്യത കേട്ടോ. ഓക്കെ, സ്മൃതി മന്ദാന കേട്ടോ. ഓക്കെ, സ്മൃതി മന്ദാന എന്ന വുമൻസ് പ്രീമിയർ ലീഗ് ജയിച്ച RCB ടീമിന്റെ ക്യാപ്റ്റൻ. ഓക്കെ, അപ്പൊ RCB എന്താണ് 2024 WPL. ഓക്കെ, WPL എന്നാണ് പറയാറ്. മേ ബി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാട്ടോ. WPL എന്ന് ചോദിക്കാട്ടോ. വുമൻസ് പ്രീമിയർ ലീഗ് ഇത് ഓൾറെഡി പഠിച്ചാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഹാസ് വോൺ ദ ഇന്ത്യൻ പ്രീമിയർ. IPL ആരാണ് വോൺ ചെയ്തത്? കൊൽക്കത്ത വോൺ ചെയ്ത്. അതുപോലെ തന്നെ WPL ആരാണ് വോൺ ചെയ്തത്? RCB ആണ് വോൺ ചെയ്തത് കേട്ടോ. അടുത്ത് സ്പെയിൻ ഹാസ് വോൺ ദ UEFA വുമൻസ് നാഷണൽ. ഓക്കെ, വുമൻസ് ഓക്കെ, ഇത് സ്പെയിൻ ഹാസ് വോൺ ദ 2023-2024 UEFA വുമൻസ് നാഷണൽ ലീഗ്. ആരാണ്? സ്പെയിൻ ആണ് വോൺ ചെയ്തത്. ഇത് പിക്ചർ മാറിപ്പോയതാട്ടോ. ഓക്കെ, ഇത് മെൻസിനാണ് കൊടുത്തിരിക്കുന്നത്. UEFA വുമൻസ് വോൺ ചെയ്തവരാണ്, വോൺ ചെയ്ത് സ്പെയിൻ തന്നെയാണ്. ഇനി അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അലോക് ശുക്ല വോൺ ദ പ്രസ്റ്റീജിയസ് ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024. നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ടുള്ള കൺസർവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡാണ് ദ ഗോൾഡ്മാൻ. ഓക്കെ, ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ്. ഓക്കെ, ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? അത് അലോക് ശുക്ലയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. ഓക്കെ, ഗോൾഡ്മാൻ എൻവയോൺമെന്റ് പ്രൈസ് വാസ് വോൺ ബൈ അലോക് ശുക്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ.
അടുത്ത 24th IIFA അവാർഡ്സ്. ഇനി കുറച്ച് അവാർഡ്സ് നമുക്ക് പോവാണ്. അപ്പൊ ഫിലിം അവാർഡ്സ് അതുപോലെ എന്താണ് ഈ പത്മ അവാർഡ്സ്, പത്മഭൂഷൺ അവാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 24th IIFA അവാർഡ്സ് എവിടെ കണ്ടക്ട് ചെയ്ത്? അബുദാബിയിൽ. ഓക്കെ, അബുദാബിയിലാണ് 24th IIFA അവാർഡ്സ് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ബെസ്റ്റ് ഫിലിം ആനിമൽ, നമ്മുടെ രൺബീർ കപൂർ ഒക്കെ അഭിനയിച്ച ആനിമൽ ആണ് ബെസ്റ്റ് ഫിലിം അവാർഡ് കൊടുത്തത്. ബെസ്റ്റ് ഡയറക്ടർ വിധു വിനോദ് ചോപ്ര. എന്താണ് നമ്മുടെ 12th ഫെയിൽ നമ്മുടെ 12th ഫെയിലിന്റെ ഡയറക്ടർ. ഓക്കെ, 12th ഫെയിൽ ഡയറക്ടർ ആണത് വിധു വിനോദ് ചോപ്ര എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ച അദ്ദേഹത്തിനാണ്. ഇനി ബെസ്റ്റ് ആക്ടർ ഷാറൂഖ് ഖാൻ ലഭിച്ചു. ബെസ്റ്റ് ആക്ട്രസ് റാണി മുഖർജിക്കും ലഭിച്ചു. മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഒന്ന് ബെസ്റ്റ് ഫിലിമോ, അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്. ഈ 4 കാറ്റഗറി ആണത് എപ്പോഴും ചോദിക്കുന്നത്. എവിടെയാണ് നടത്തിയത്? അബുദാബിയിലാണത് ഇത് കണ്ടക്ട് ചെയ്തത്. ഈ 5 ഇത് മാക്സിമം ചോദിക്കാറുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് ചോദിക്കാറില്ല കേട്ടോ. അപ്പൊ ഈ ബെസ്റ്റ് ഡയറക്ടർ പറയുമ്പോഴേക്കും ഏത് ഫിലിമാണെന്ന് കൂടി ഒന്ന് പഠിച്ചു നോക്കാം. 12th ഫെയിൽ നമുക്ക് എല്ലാവരും കണ്ടൊരു വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് വിധു വിനോദ് ചോപ്രയ്ക്കാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. അതുപോലെ ബെസ്റ്റ് ആക്ടർ ലഭിച്ചത് ഷാറൂഖ് ഖാന്, ബെസ്റ്റ് ആക്ട്രസ് ലഭിച്ചത് റാണി മുഖർജിക്കാണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, കണ്ടക്ടഡ് ഇൻ ഗോവ. ഫിലിം അവാർഡ്സ് ഒക്കെ തൊട്ടടുത്ത് പറയുമ്പോൾ കുറച്ച് പഠിക്കാൻ കുറച്ച് എളുപ്പം കാണുമല്ലോ. ഓക്കെ, 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ടഡ് ഇൻ ഗോവ. എവിടെയാണ്? ഗോവയിലാണിത് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്തിട്ടോ, ഗോവ. ഓക്കെ, കണ്ടക്ടഡ് ഇൻ ഗോവ. ഗോൾഡൻ പീകോക്ക് ബെസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് കൊടുക്കുന്നത് ടോക്സിക് എന്ന് പറയുന്ന ഫിലിമിനാണ് കേട്ടോ. ടോക്സിക്. ഓക്കെ, ടോക്സിക് ഫിലിമിനാണിത് ഗോൾഡൻ പീകോക്ക് അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് പറയുന്ന പേരാണിത് ഗോൾഡൻ പീകോക്ക് അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ടോക്സിക് എന്ന മൂവിക്കാണിത്. ഓക്കെ, വരാനിരിക്കുന്ന മൂവി അല്ല, ഇത് നേരത്തെ വേറെ ഒരു മൂവിയാട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന മൂവി അല്ല ഇത്. എന്താണ്? നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കുറച്ച് 2023-24 കാലഘട്ടത്തിൽ ഇറങ്ങിയ വേറൊരു മൂവിയാണ് ടോക്സിക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ബെസ്റ്റ് ഡയറക്ടർ ബോഡ്ഗാൻ ബുർജാനു. ബെസ്റ്റ് ആക്ടർ ക്ലെമൻ ഫാവറു. ബെസ്റ്റ് ആക്ട്രസ് വെസ്റ്റ മാറ്റുൽറ്റെ ആൻഡ് വിൽമ റൗബാട്ടി. ഓക്കെ, ഇവർക്കാണ് ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ പേര് കൊടുത്തത്. ഈ പേരുകൾ പഠിക്കാൻ കുറച്ച് പാടാണ്, അത്ര ഫെമിലിയർ അല്ല. നമ്മൾ നേരത്തെ കേട്ട പോലെ അത്ര ഫെമിലിയർ ആയിട്ടുള്ള പേരുകളല്ല. പ്രത്യേകം നോട്ട് ചെയ്ത് എന്താണ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഫുള്ള് ഇംഗ്ലീഷ് പേരുകളല്ലേ, ഒരു ഇംഗ്ലീഷ് ടച്ചിൽ അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് മാൻ പേരുകൾ അല്ലെ. അപ്പൊ പേരുകൾ കുറച്ച് പാടാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നോട്ട്. ബെസ്റ്റ് ഡയറക്ടർ ആണ് ബോഡ്ഗാൻ ബുർജാനോ. ബെസ്റ്റ് ആക്ടർ ആണ് ബെസ്റ്റ് ആക്ടർ ക്ലെമൻ ഫേവറു ആൻഡ് ബെസ്റ്റ് ആക്ട്രസ് വെസ്ത മരുൽക്കെ ആൻഡ് വിൽമ റൗബാട്ടി. ഓക്കെ, ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കുക. ബെസ്റ്റ് പീകോക്ക് അതായത് ഗോൾഡൻ പീകോക്ക് അവാർഡ് കിട്ടിയത് ടോക്സിക് എന്ന മൂവിക്കാൻ നോട്ട് ചെയ്ത് കണ്ടക്ടർ എവിടെയാണ്? ഗോവയിലാണ് കണ്ടക്ട് ചെയ്തത്. 24th IIFA എവിടെ കണ്ടക്ട് ചെയ്തത്? അത് അബുദാബിയിലാണ് നടത്തിയത് അല്ലെ. പക്ഷെ എവിടെ നിന്നാണ് ഇത്? 55th ഇന്റർനാഷണൽ എവിടെ കണ്ടക്ട് ചെയ്തത്? അത് ഗോവയിലാണ് കണ്ടക്ട് ചെയ്തത് കേട്ടോ. അടുത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് അവാർഡ് സെക്ഷൻ ആണ് നോബൽ പ്രൈസ്. എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്, നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നോബൽ പ്രൈസ് ഫസ്റ്റ് നമുക്ക് നോക്കാം. കെമിസ്ട്രി ആർക്കൊക്കെ ലഭിച്ചത്? ഫസ്റ്റ് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജംബർ. ഇവർക്ക് 3 പേർക്കാണ് 2024 എന്താണ് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് ലഭിച്ചു കേട്ടോ. ഇത് പഠിക്കാൻ ചെറിയൊരു കോഡുണ്ട്, നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഡേവിഡ് അല്ലെ, ഡേവിഡ്. അപ്പൊ ഡേവിഡ് ഹാസ് ജംപ്ഡ് ഇങ്ങനെ അയച്ചാൽ മതി. എന്താണ്? ഡേവിഡ് ഹാസ് ജംപ്ഡ് ഇങ്ങനെ അയച്ചാൽ മതി. അപ്പൊ അത് 3 കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി. അതായത് ഡേവിഡ് ഹാസ് ജംപ്ഡ് ദ കെമിസ്ട്രി ക്ലാസ്. എന്താണ്? ഡേവിഡ് ഹാസ് ജംപ്ഡ് ദ കെമിസ്ട്രി ക്ലാസ് ഇങ്ങനെ വെച്ചാൽ മതി. അടുത്ത് മെഡിസിൻ. ഓക്കെ, മെഡിസിൻ. ഓക്കെ, മെഡിസിൻ ആരാണ്? വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റൂക്കുൺ. ആരാണ്? വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റൂക്കുൺ ആണ് മെഡിസിന് എന്താ അവാർഡ് നോബൽ പ്രൈസ് ലഭിച്ചത്. അതുപോലെ അടുത്താണ് ഫിസിക്സ്. ആർക്കാണ് ഫിസിക്സ് ലഭിച്ചത്? ജോൺ ജെ ഹോഫീൽഡ് ആൻഡ് ജോഫ്രി ഇ ഹിൻഡൻ. അപ്പൊ ഫിസിക്സ് നോക്കിയേ, ഫിസിക്സിൽ എച്ച് ഇല്ലേ, ഫിസിക്സ് എച്ച്. അപ്പൊ ഇവിടെ നോക്കി ഹോഫീൽഡിനും ഹിൻഡനും എച്ച് ആണ് നിർത്താൽ മതി. ഓക്കെ, ഹോഫീൽഡും ഹിൻഡനും രണ്ടിനും എച്ച് ഉണ്ട്. അങ്ങനെ നടത്തി പിടിക്കാം കേട്ടോ. ഹോഫീൽഡ് ആൻഡ് ഹിൻഡനും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഫിസിക്സ് ജോൺ ജെ ഹോഫീൽഡ്, ജോഫ്രി ഇ ഹിൻഡൻ. കെമിസ്ട്രി ആണ് കെമിസ്ട്രി ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജംബർ. അപ്പൊ എന്താണ്? ഡേവിഡ് ഹാസ് ജംപ്ഡ് എന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ മെഡിസിൻ വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റൂക്കൺ ആണ് മെഡിസിനും അവാർഡ് ലഭിച്ചത് കേട്ടോ.
വീണ്ടും തീർന്നിട്ടില്ല. ഇനി അടുത്താണ് എന്താണ് നമുക്ക് അതിനകത്ത് തന്നെ 6 ടൈപ്പ് ഉണ്ട്. 6 ടൈപ്പ് ഓഫ് അവാർഡ്സ് നോബൽ പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. അതിൽ 6 നോക്കാം. നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും മെഡിസിനും നോക്കി. അടുത്ത നോബൽ പീസ് പ്രൈസ് ആർക്കാണ്? നിഹോൺ ഹിഡാങ്കി. ഓക്കെ, നിഹോൺ ഹിഡാങ്കി ആണ് നോബൽ പീസ് പ്രൈസ് ലഭിച്ചത്. നിഹോൺ ഹിഡാങ്കി. അതുപോലെ എക്കണോമിക്സ് ലഭിച്ചത് ഡാരോൺ അക്മോഗ്ലു, സിമോൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ആരൊക്കെയാണ്? ഡാരോൺ അക്മോഗ്ലു, സിമോൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഓക്കെ, ഇവർക്ക് 3 പേർക്കാണ് എക്കണോമിക്സിൽ അവാർഡ് ലഭിച്ചത്. അതുപോലെ അടുത്താണ് ലിറ്ററേച്ചർ. ആർക്കാണ്? ഹാങ് കാങ്. ഓക്കെ, ലിറ്ററേച്ചർ അവാർഡ് ലഭിച്ച ആർക്കാണ്? അത് ഹാങ് കാങ്. നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ലഭിച്ചത് ഹാങ് കാങ് ആണ്. ഈ 6 നോബൽ പ്രൈസ് എന്താണ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാൻ ഹൈ ചാൻസ് ആണ്. ഓസ്കാർ, നോബൽ പ്രൈസ്, ഇന്റർനാഷണൽ ഇവന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ 3 6 കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും അവാർഡ്സ് ഏതൊക്കെയാണ്, ആർക്കാണ് ലഭിച്ചതെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് മിസ് യൂണിവേഴ്സ്. ഓക്കെ, ഇതുപോലെ കുറെ ടൈറ്റിൽസ് ഉണ്ട് കേട്ടോ. മിസ് യൂണിവേഴ്സ്, മിസ് ഫെമിന, മിസ് ഇന്ത്യ, അതുപോലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ, അതുപോലെ മിസ് ഇന്ത്യ വേൾഡ് വൈഡ്. ഈ 4 പേരുകളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറി ചോദിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതലും തവണ ചോദിക്കുന്നത് എന്താണ്? മിസ് യൂണിവേഴ്സ് ആണ്. ഓക്കെ, മിസ് യൂണിവേഴ്സ് വിക്ടോറിയ കജീർ തേൽവിഗ് ആണ്. ഓക്കെ, മിസ് യൂണിവേഴ്സ് ആണ് എന്ത്? വിക്ടോറിയ കജീർ തേൽവിഗ്. അതുപോലെ ഫെമിന മിസ് ഇന്ത്യ 2024 ആണ്. അത് നികിത പോർവൾ ആണ്. ഓക്കെ, ഫെമിന മിസ് ഇന്ത്യ നികിത പോർവൾ. അതുപോലെ അടുത്ത് മിസ് യൂണിവേഴ്സ്. ഓക്കെ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആണ്. അത് റിയ സിംഗ് ആണ്. ഓക്കെ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്നല്ല പറയുന്നത്. അപ്പൊ എന്താണ്? മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആകുമ്പോൾ ഒരു ഇന്ത്യക്കാരിയാണ് അല്ലെ. അപ്പൊ എന്താണ്? സിംഗ്. ഓക്കെ, സിംഗ. ഓക്കെ, മിസ് യൂണിവേഴ്സ് പറയുമ്പോൾ എന്താണ്? അത് എന്താണ്? വിക്ടോറിയ. ഒക്കെ ഒരു യൂണിവേഴ്സ് കംപ്ലീറ്റ് ടോട്ടൽ എടുക്കുന്നതാണ്. അപ്പൊ വിക്ടോറിയ. മിസ് യൂണിവേഴ്സ് പറയുമ്പോൾ എന്താണ്? അത് റിയ സിംഗ്. അതുപോലെ എന്താണ്? അതുപോലെ മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ഉണ്ട്. ഓക്കെ, മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ധ്രുവി പട്ടേലാണ്. ഓക്കെ, മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ധ്രുവി പട്ടേൽ. ഈ 4 കാറ്റഗറി ഒരുമിച്ച് കൊടുത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ട് കറക്റ്റ് ആയിട്ട് എന്താണ് ഈ 4 പേരുകളും മാറി പോകാണ്ട് പഠിക്കുക. ഫെമിന മിസ് ഇന്ത്യ ആണ്. ഫെമിന മിസ് ഇന്ത്യ നികിത പോർവൾ. അതുപോലെ മിസ് യൂണിവേഴ്സ് ആണ്. അത് വിക്ടോറിയ കജർ തേൽവിഗ് ആണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ന്യൂ ഗവർണേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അടുത്ത് ബുക്കർ പ്രൈസും അതുപോലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും. ഓക്കെ, ഈ ബുക്കർ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ് ഏത് ലാംഗ്വേജിലാണ് എഴുതിയത് ആ ഒരു ലാംഗ്വേജ് കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് ബുക്കർ പ്രൈസ് പറയുന്നത്. ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുത്താൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് ഏത് ലാംഗ്വേജിൽ എഴുതിയാലും അതെന്താണ്? അത് ഇംഗ്ലീഷിലേക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ഫസ്റ്റ് ബുക്കർ പ്രൈസ് 2020 ആർക്ക് ലഭിച്ചത്? അത് സമാന്ത ഹാർവേ. ഇമ്പോർട്ടന്റ് ആയിട്ട് ലിറ്ററേച്ചർ അവാർഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അവാർഡാണ്, ടോപ്പ് അവാർഡാണ്. നോക്കാം, ബുക്കർ പ്രൈസ് 2024 ലഭിച്ച ആർക്കാണ്? അത് സമാന്ത ഹാർവേക്കാണ്. ഓർബിറ്റൽ. ഓക്കെ, ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് സമാന്ത ഹാർവേക്ക് ബുക്കർ പ്രൈസ് ലഭിച്ച. ഈ പേരിൽ നോട്ട് ചെയ്ത് വെക്കുക, സമാന്ത ഹാർവേ. അതുപോലെ അടുത്താണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്കാണ്? ജെന്നി എയർപെൻബർഗിനാണ് കിട്ടിയോ. ജെന്നി എയർപെൻബർഗ്. ഏത് ബുക്കിനാണ്? കൈറോസ്. അത് കൈറോസ്. ഓക്കെ, ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കൈറോസ് എന്ന് പറയുന്ന ബുക്കിനാണ് ഇത് കിട്ടിയത്. ഇനി ഇതാരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാന്ന് ചോദിക്കാറുണ്ട്. മൈക്കിൾ ഹോഫ്മാൻ. ആരാണ്? മൈക്കിൾ ഹോഫ്മാൻ ആണെന്ത് ഈ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ച കൈറോസ് എന്ന ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. 2 പേരിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ശരിക്കും ആരാണ്? ശരിക്കും ജെന്നി എയർപെൻബർഗിന്റെ ബുക്കാണ് കൈറോസ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്? അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ്? അത് മൈക്കിൾ ഹോഫ്മാൻ ആണത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് Rodri and Aitana Bonmati has won the Men's Ballon d'Or Award in 2024. Very important. 2024 Ballon d'Or Award ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഓക്കെ, റോഡ്രി ആൻഡ് ഐറ്റാന ബോൺമാറ്റി. ഓക്കെ, 2 പേർക്കാണ് ഇത് ലഭിച്ചത്. ഐറ്റാന ബോൺമാറ്റി ഫ്രം സ്പെയിൻ. ഓക്കെ, രണ്ടുപേർക്കും ബാലൻ ഡിയോർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ പേരിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ്. 2 പേര് സ്പെയിൻ ആണല്ലേ, റോഡ്രി ആൻഡ് ഐറ്റാന ബോൺമാറ്റി. 2 പേർക്കും മെൻസ് ബാലൻ ഡിയോർ അവാർഡ് ലഭിച്ചത്. ഇനി അടുത്ത് ഹർമൻപ്രീത് സിംഗ് ഹാസ് നേംഡ് ആസ് ദ പ്ലെയർ ഓഫ് ദ ഇയർ ബൈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഹോക്കി. ഓക്കെ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഹോക്കിയുടെ എന്താണ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ അവാർഡ് ലഭിച്ചാർക്കാണ്? നമ്മുടെ ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയ ഹർമൻപ്രീത് സിംഗിനാട്ടോ. ഹർമൻപ്രീത് സിംഗിനാണ് ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക. അവർ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് ലഭിച്ചത് നമ്മുടെ PR ശ്രീജിഷിനാട്ടോ. PR ശ്രീജിഷ്, നമ്മുടെ മലയാളിയായ ഇതാണ് നമ്മുടെ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയ PR ശ്രീജിഷിനാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് ലഭിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് S. സോമനാഥ് has awarded the IAF World Space Award. നമ്മുടെ
10th അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ അല്ല, ഇപ്പൊ വി സത്യനാരായണൻ അല്ലെ, വി നാരായണനാണ് ഇപ്പം നമ്മുടെ കറന്റ്ലി ISRO ചെയർമാൻ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നേരത്തെ ഫോമർ ആയിട്ടുള്ള നമ്മുടെ ISRO ചെയർമാൻ ആയ സോമനാഥ് അല്ലെ, സോമനാഥ്. ഓക്കെ, ഫോമർ ആയിട്ടുള്ള നമ്മുടെ ISRO ചെയർമാൻ എസ് സോമനാഥ് has awarded the IAF World Space Award. Okay, IAF World Space Award ആർക്കാണ് ലഭിച്ചത്? അത് എസ് സോമനാഥിനാണ് ലഭിച്ചത് കേട്ടോ. അതുപോലെ അരുന്ധതി റോയ് ഹാസ് ഹോണർഡ് വിത്ത് പ്രസ്റ്റീജിയസ് പെൻ പിൻഡർ പ്രൈസ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ അവാർഡാണ് പെൻ പിൻഡർ പ്രൈസ്. ആരാണ് അരുന്ധതി റോയ്? ദ ഫസ്റ്റ് ടു വിൻ എ ബുക്ക്, ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ ബുക്കർ പ്രൈസ് അല്ലെ, 1997 1997 ബുക്കർ പ്രൈസ് അല്ലെ, 1997 ബുക്കർ പ്രൈസ് ലഭിച്ച ഒരു അല്ലെ വ്യക്തിയാണിത് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. ഇപ്പൊ 2024 എന്താണ് പെൻ പിൻഡർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പെൻ പിൻഡർ പ്രൈസ്. ഓക്കെ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്കിന് 1997 എന്താണ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് പെൻ പിൻഡർ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഫോമർ ISRO ചെയർമാനായ എസ് സോമനാഥ് എന്താണ് സോമനാഥ് ഈ IAF വേൾഡ് സ്പേസ് അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് 70th നാഷണൽ അവാർഡ്സ് അല്ലെ, നമ്മൾ IAF അവാർഡ്സ് കണ്ടു. അതുപോലെ എന്താണ് 20th ഇന്റർനാഷണൽ അവാർഡ്സ് കണ്ടു. ഇപ്പൊ എന്താണ് 17th നാഷണൽ അവാർഡ്സ് 2024. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആട്ടം. ഓക്കെ, നമ്മളൊക്കെ കണ്ട വിനയ് ഫോർട്ട് അല്ലെ, വിനയ് ഫോർട്ട് അഭിനയിച്ച ആട്ടം എന്ന് പറയുന്ന മൂവിക്കാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് അല്ലെ, വിനയ് ഫോർട്ട് അഭിനയിച്ച മലയാളം ഫിലിം അല്ലെ, മലയാളം ഫിലിം ആട്ടമാണത് ബെസ്റ്റ് ഫീച്ചർ ഫിലിം. അതുപോലെ ബെസ്റ്റ് ആക്ടർ ഋഷഭ് ഷെട്ടി. ഓക്കെ, ബെസ്റ്റ് ആക്ടർ ഋഷഭ് ഷെട്ടി, ബെസ്റ്റ് ആക്ട്രസ് നിത്യ മേനോൻ, ബെസ്റ്റ് ഡയറക്ടർ സൂരജ് ബർജാത്യ. ഓക്കെ, ഉൻചൈ എന്ന് പറഞ്ഞ എന്താണ് ഫിലിമിന് സൂരജ് ബർജാത്യക്കാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് ആക്ട്രസ് നിത്യ മേനോൻ, ബെസ്റ്റ് ആക്ടർ ഋഷഭ് ഷെട്ടി. ഏത് മൂവിയാണ്? കാന്താര കേട്ടോ. കാന്താര മൂവിക്ക് എന്താണ് കാന്താര മൂവിക്ക് ബെസ്റ്റ് ആക്ടർ ആയിട്ട് ഋഷഭ് ഷെട്ടിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് നിത്യ മേനോൻ, ബെസ്റ്റ് ഡയറക്ടർ സൂരജ് ബർജാത്യ കേട്ടോ. ഉൻചൈ ഏത് മൂവിയാണ്? ഉൻചൈ എന്ന് പറയുന്ന മൂവി കേട്ടോ. അടുത്ത് ലോറസ് സ്പോർട്സ്മാൻ അവാർഡ്സ്. ഓക്കെ, സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആണ് നൊവാക് ജോക്കോവിച്ച്. ഓക്കെ, നൊവാക് ജോക്കോവിച്ച് ആണ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആണ് ഐറ്റാന. നമ്മൾ നേരത്തെ പറഞ്ഞ ബാലൻ ഡി ഓർ അവാർഡൊക്കെ ലഭിച്ച ഫുട്ബോൾ പ്ലെയർ ആയ ഐറ്റാന ഓടുമാട്ടിയാണ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. അതുപോലെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ജൂഡ് ബെല്ലിംഗാം. ഓക്കെ, ജൂഡ് ബെല്ലിംഗാം ആണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ട്. ഈ 3 പേരിൽ നോട്ട് ചെയ്യുക. സ്പോർട്സ്മാന്, സ്പോർട്സ് വുമൺ, അതുപോലെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത്. അപ്പൊ അത് ജൂഡ് ബെല്ലിംഗാം. ഈ 3 പേരിൽ നോട്ട് ചെയ്യുക. നൊവാക് ജോക്കോവിച്ച്, ഐറ്റാന ബോൺമാറ്റി, ജൂഡ് ബെല്ലിംഗാം 3 പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. ലോറസ് സ്പോർട്സ് അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇവന്റ് ആട്ടോ. അടുത്ത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് വോൺ ദ ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് ഫോർ 2024. അതായത് എല്ലാ വർഷവും എന്താണ് ഏറ്റവും കൃത്യമായിട്ട് അഗ്രികൾച്ചർ, അതായത് നമ്മുടെ എന്താണ് കൃഷിയൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എന്താണ് കൺസ്യൂമേഷൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് അങ്ങനെ ഒരു അവാർഡ്സ് കൊടുക്കും. അപ്പൊ ഇത്തവണ 2024 എന്താണ് മഹാരാഷ്ട്രക്കാണ് ഏറ്റവും ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ആർക്കാണ്? അത് മഹാരാഷ്ട്രക്കാണ്. മഹാരാഷ്ട്ര ദ ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് മഹാരാഷ്ട്രയാണ് ലഭിച്ചത്. അതുപോലെ വാൽഡേസി ഉർഗേസ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്റർപോൾ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ എന്ന് പറയുന്നത് അല്ലെ. ഇന്റർപോളിന്റെ പുതിയ ആരാണ് ന്യൂ സെക്രട്ടറി ആയിട്ട്? വാൽഡേസി ഉർഗേസ. ഓക്കെ, ഇന്റർപോൾ ക്യാപിറ്റൽ എവിടെയാ? ലയോൺ അല്ലെ, ഫ്രാൻസിലെ ലയോൺ. ഓക്കെ, ഫ്രാൻസിലെ ലയോൺ ആണെന്ത് നമ്മുടെ ഇന്റർപോളിന്റെ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അടുത്ത സഞ്ജീവ് ഖന്ന ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ടൈം ആണ് ഇത്. നമ്മൾ ഈ സഞ്ജീവ് എന്ന് പറയുന്ന പേര് കൂട്ടി 3-4 പഠിക്കൂട്ടോ. നമ്മുടെ CAG, അതുപോലെ നമ്മുടെ RBI ഗവർണർ ഒക്കെ എന്താണ് ഒരു സഞ്ജീവ് കൂട്ടിയ പേരാണ്. അപ്പൊ നിങ്ങൾ പേരാണ് മറക്കാണ്ട് പഠിച്ചു വെക്കാം. നമ്മുടെ DY ചന്ദ്രചൂഡ് അല്ലെ, നമ്മുടെ 15th ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് റീപ്ലേസ് കൊണ്ടാണ് നമ്മുടെ സഞ്ജീവ് ഖന്ന വരുന്നത് കേട്ടോ. സഞ്ജീവ് ഖന്ന. അപ്പൊ സഞ്ജീവ് ഖന്ന എന്താണ്? ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, സഞ്ജീവ് ഖന്ന പ്രത്യേകം പഠിച്ചു. കാരണം പേര് കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും. സഞ്ജീവ് ഖന്നയാണത് 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കേട്ടോ, സഞ്ജീവ് ഖന്ന. അടുത്ത ഓസ്കാർസ്. ഓക്കെ, ഓസ്കാർ അവാർഡ്. ഓക്കെ, ബെസ്റ്റ് ഫിലിം എന്താണ്? ഓപ്പൺഹൈമർ അല്ലെ, നമ്മുടെ
ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹൈമർ ആണ് ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചത്. ബെസ്റ്റ് ആക്ടർ ആണ് ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിൽ എന്താണ് കിലിയൻ മെർഫിക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? എമ്മ സ്റ്റോൺ. ഏത് മൂവിക്കാണ്? പുവർ തിങ്സ് എന്ന് പറയുന്ന മൂവിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത് എമ്മ സ്റ്റോണിന്. ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? ഓപ്പൺ ഹൈമറിന്റെ ഡയറക്ടറായ ക്രിസ്റ്റഫർ നോളൻ ആണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. വെരി 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 ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞല്ലോ ഓസ്കാർ, അതുപോലെ നമ്മൾ കുറച്ച് IAF അവാർഡ്സ് പഠിച്ചു, പിന്നെ അതുപോലെ നോബൽ പ്രൈസ്, ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ കാറ്റഗറിയാണ്. എപ്പോഴും എന്താണ് അവാർഡ്സുമായി ബന്ധപ്പെട്ട് ഏതൊരു കോമ്പറ്റീവ് എക്സാം എടുത്താലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, ബെസ്റ്റ് ഫിലിം ഓപ്പൺ ഹൈമർ, ബെസ്റ്റ് ആക്ടർ ജിലിയൻ മെർഫി, ബെസ്റ്റ് ആക്ട്രസ് എമ്മ സ്റ്റോൺ, ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ. ഇത്രയും കാര്യങ്ങൾ ഓസ്കാറിൽ നിന്ന് പഠിച്ചു വെക്കുക നിർബന്ധമായിട്ടും കേട്ടോ. അടുത്ത, അഭിനവ് ബിന്ദ്ര ഹാസ് ബീൻ അവാർഡ് ദ പ്രസ്റ്റീജിയസ് ഒളിമ്പിക് ഓർഡർ ബൈ IOC, അതായത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കാണ് ലഭിച്ചത്? അഭിനവ് ബിന്ദ്ര. ആരാണ് അഭിനവ് ബിന്ദ്ര? അല്ലെ, ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ് അല്ലെ, 2008 ഒളിമ്പിക്സ് അല്ലെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അഭിനവ് ബിന്ദ്ര അല്ലെ. ഷൂട്ടിംഗിലെ അഭിനവ് ബിന്ദ്രയ്ക്കാണ് പ്രസ്റ്റീജിയസ് ഒളിമ്പിക് ഓർഡർ. ഓക്കെ, ഒളിമ്പിക് ഓർഡർ എന്ന് വെച്ചാൽ പ്രസ്റ്റീജിയസ് അവാർഡ്, ഒളിമ്പിക് ഓർഡർ ബൈ IOC. ഓക്കെ, IOCയുടെ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണ്? അത് അഭിനവ് ബിന്ദ്രയ്ക്കാണ് ലഭിച്ചത്. അതുപോലെ അടുത്ത്, മൈക്കൽ ടെലഗ്രാൻ ഹാസ് ബീൻ അവാർഡ് ദ ഏബൽ പ്രൈസ് 2024. ഏബൽ പ്രൈസ് 2024 നമ്മുടെ മാത്തമാറ്റിക്സ് നോബൽ പ്രൈസ്, മാത്തമാറ്റിക്സ് നോബൽ പ്രൈസ് എന്നൊക്കെ പറയില്ല, അതായത് നോബൽ മാത്തമാറ്റിക്സ് സബ്ജക്ട് കൊടുക്കാറില്ലല്ലോ. അപ്പൊ അതെന്താണ്? നോബൽ പ്രൈസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രൈസ് എന്താണ് ഏബൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ മൈക്കൽ ടെലഗ്രാൻഡാണ് ഈ ഏബൽ പ്രൈസ് 2024 ലഭിച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് അവാർഡാണ്. പഠിച്ചു വെക്കുക, മൈക്കൽ ടെലഗ്രാൻഡ് കേട്ടോ, ഏബൽ പ്രൈസ് 2024. അടുത്ത RBI ഗവർണർ, നമ്മൾ കുറച്ചും പറയായിരുന്നു സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന നമ്മുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് അല്ലെ. അടുത്താണത് സഞ്ജയ് മൽഹോത്ര. കണ്ടോ, സഞ്ജയ് തുടക്കം എല്ലാം സെയിം അല്ലെ. ഓക്കെ, സഞ്ജയ് മൽഹോത്ര എന്താണ്? RBI ഗവർണർ. എത്രയാണ്? RBI ഗവർണർ. ഫൗണ്ടഡ് ഇൻ April 1, 1935. ഏത് വർഷമാണ്? 1935 April 1 RBI ഫൗണ്ട് ചെയ്ത ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണത് ഹെഡ്ക്വാർട്ടേഴ്സ്. ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ഞാൻ കുറച്ച് റിലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടെ ഒന്ന് പഠിച്ചു വെക്കാന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ പറയാം സഞ്ജയ് മൽഹോത്ര. അപ്പൊ നമ്മൾ സഞ്ജീവ് ഖന്ന പഠിച്ചു, മാറിപ്പോയല്ലോ, ഒന്ന് എഴുതി വെക്കാം. സഞ്ജീവ് ഖന്ന, സോറി, സഞ്ജീവ് ഖന്ന. ഓക്കെ, സഞ്ജീവ് ഖന്ന എന്തായിരുന്നു? 51st CG അല്ലെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സഞ്ജയ് മൽഹോത്ര എന്താണ്? RBI ഗവർണർ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ, മഹാരാഷ്ട്ര. ഫൗണ്ട് ചെയ്ത വർഷം April 1, 1935 കേട്ടോ. അടുത്ത V നാരായണൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ S സോമനാഥ് അല്ലെ, നമ്മുടെ മലയാളിയായ S സോമനാഥിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 11ാമത്തെ ISRO ചെയർമാൻ ആയിട്ട് ആരാണ്? നമ്മുടെ V നാരായണനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഏത് വർഷമാണ് ISRO എസ്റ്റാബ്ലിഷ് ആയത്? 1969 ISRO എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള. അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ കേട്ടോ. ബാംഗ്ലൂരാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. ബാംഗ്ലൂരാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. V നാരായണൻ S സോമനാഥൻ അല്ല, V നാരായണനാണ് പുതിയ ISRO ചെയർമാൻ. അതുപോലെ അടുത്താണ് V രാമസുബ്രഹ്മണ്യം അപ്പോയിന്റഡ് ആസ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സോറി, നമ്മൾ ഒന്ന് പഠിച്ചാറേ. V രാമസുബ്രഹ്മണ്യം നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചാണ്. എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് എന്താണ് V രാമസുബ്രഹ്മണ്യത്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത്, ഭൂഷൺ രാമകൃഷ്ണ അപ്പോയിന്റ് ആസ് ചെയർമാൻ ഓഫ് നാൽസ. ഓക്കെ, ചെയർമാൻ ഓഫ് നാൽസ. അതുപോലെ നാഫഡ്. രണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഒന്ന് എന്താണ്? ദീപക് അഗർവാൾ. ഓക്കെ, ദീപക് അഗർവാൾ എന്താണ്? അത് നാഫഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ദീപക് അഗർവാൾ അപ്പോയിന്റ് എടുത്ത ന്യൂ മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഫഡ്. അതുപോലെ എന്താണ് ഇവിടെ എന്താണ്? ഭൂഷൺ രാമകൃഷ്ണ അപ്പോയിന്റ് ആസ് ദ ചെയർമാൻ ഓഫ് നാൽസ. രണ്ട് ഇമ്പോർട്ടന്റ്, നാൽസയും നാഫഡ് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള, സോറി, നമ്മുടെ നാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ഹെഡ് ഇപ്പൊ ISROയുടെ ഹെഡ് മാറി. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ നാൽസ, അതുപോലെ നാഫഡ് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഹെഡുകൾ, പേരുകൾ, ചെയർമാൻസ് ആരൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അപ്പോയിന്റ്മെന്റ്സിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആട്ടോ. അതുപോലെ നാൽസ ഭൂഷൺ രാമകൃഷ്ണ, അതുപോലെ എന്താണ് നാഫഡ് ദീപക് അഗർവാൾ. ഓക്കെ, രണ്ട് പേരുകളും പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത K സഞ്ജയ് മൂർത്തി. അടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ മൂന്ന് സഞ്ജയ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് സഞ്ജീവ് ഖന്ന, ഒന്ന് സഞ്ജയ് മൽഹോത്ര, ഒന്ന് സഞ്ജയ് മൂർത്തി. ഓക്കെ, സഞ്ജയ് മൂർത്തി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ CAG ഓഫ് ഇന്ത്യ. എന്താണ്? ന്യൂ CAG ഓഫ് ഇന്ത്യ ആണ് അത് സഞ്ജയ് മൂർത്തി ആട്ടോ. മാറിപ്പോരുതല്ലേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സഞ്ജീവ് ഖന്ന പറഞ്ഞു, സഞ്ജയ് മൽഹോത്ര പറഞ്ഞു അല്ലെ.
സഞ്ജീവ് ഖന്ന, സഞ്ജയ് മൽഹോത്ര അല്ലെ, സഞ്ജയ് മൽഹോത്ര. RBI സഞ്ജയ് കുമാർ, ചീഫ് ഓഫ് ഇന്ത്യ. അതുപോലെ സഞ്ജയ് മൂർത്തി CAG. 3 പേരിലും കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ കൺഫ്യൂഷൻ വരരുത്, കൺഫ്യൂഷൻ വരാണ്ട് പഠിച്ചു നോക്കുക. അതുപോലെ അടുത്താണ് ഹർഷ് വർദ്ധൻ അഗർവാൾ ഹാസ് ടേക്കൻ ഓവർ ദ പ്രസിഡന്റ് ഓഫ് ഫിസി. അടുത്തത് നമ്മൾ നാഫഡ് നാൽസ ഒക്കെ പോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഫിസി. ഓക്കെ, ഹർഷ് വർദ്ധൻ അഗർവാൾ ഹാസ് ടേക്കൻ ഓവർ ദ പ്രസിഡന്റ് ഓഫ് ഫിസി. ഫിസിയുടെ പുതിയ എന്താണ് ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിട്ട് എന്താണ് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദീപ് അഗർവാളും അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഹർഷ് വർദ്ധൻ അഗർവാളും കേട്ടോ, മാറിപ്പോരുത് കേട്ടോ. Okay, last one. Director General of World Trade Organization. Okay, Dr. Ngozi Okonjo-Iweala was reappointed as the Director General of World Trade Organization. International എന്താണ് ഓർഗനൈസേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫൗണ്ടഡ് ഇൻ January 1, 1995. 1995 January 1 ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത്. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ എത്ര മെമ്പേഴ്സ് എന്ന് വെച്ചാൽ അത് ടോട്ടൽ 164 മെമ്പേഴ്സ് ആട്ടോ. ഓക്കെ, 164 164 മെമ്പേഴ്സ് ആണ് ഇത് ടോട്ടൽ ആയിട്ട് ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഉള്ളത് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ നമ്മുടെ മേജർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അവാർഡ്സ് തുടങ്ങിയ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് എന്താണ് എലാബറേറ്റ് ആയിട്ടുള്ള PDF കേട്ടോ, PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് മാത്രമല്ല കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടുള്ള PDF എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, പെൻപിൻഡർ പ്രൈസ്, പവർഫുൾ വോയിസ്. ഓ, പെൻപിൻഡർ പ്രൈസ് അവരുടെ ഏത് ബുക്കാണല്ലേ. ഓക്കെ, പവർഫുൾ വോയിസ്. അടുത്തെന്താ നാൽസ ആൻഡ് നാഫഡിന്റെ. ഓക്കെ, നാൽസ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നാട്ടോ, നാഷണൽ ലീഗൽ സർവീസസ്. ഓക്കെ, നാഫഡ് നാഷണൽ അഗ്രികൾച്ചർ സംതിങ് ആണ്. ആരതി. ഓക്കെ, നാഫഡ് അഗ്രികൾച്ചർ ഫെഡറേഷൻ അങ്ങനെ സംതിങ് ആണ്. നാൽസ ലീഗൽ. ഓക്കെ, ഞാൻ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള PDF ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരത്, നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്. ഓക്കെ, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു ആരതി. ഓക്കെ, ശരി എന്നാൽ, ഗുഡ് നൈറ്റ്.